2013 പപ്പീലിയോ ബുദ്ധ എന്നുള്ളൊരു സിനിമയിൽ കൂടിയാണ് ജയൻ ചെറിയാൻ്റെ നമ്മളൊരു കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട സംവിധായകനായിട്ട് നമ്മുടെ ഒരു സിനിമാ പ്രേക്ഷകരൊക്കെ കാണുന്നത്. അതിനു മുമ്പ് തന്നെ നിങ്ങൾ സിനിമയാണ് നിങ്ങളുടെ ചിന്താലോകം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ റിതം ഓഫ് ദമാമിലൂടെ പുതിയൊരു സിനിമയായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിനിടയിലുള്ള ഒരു സിനിമാ യാത്ര, അതായത് റിതം ഓഫ് ദമാമിലേക്ക് വരുന്ന ജയൻ ചെറിയാൻ പപ്പീലിയോ ബുദ്ധയിൽ നിന്നും, ആ ഒരു യാത്രയൊന്ന് നമ്മളെങ്ങനെയാണ് ചുരുക്കി പറയും, എങ്ങനെയായിരിക്കും അത്? താങ്ക് യു ഫസ്റ്റ് ഓഫ് ഓൾ ഹാവിങ് മീ. സോ പപ്പീലിയോ ബുദ്ധയ്ക്ക് മുമ്പും ഞാൻ ഫിലിം ചെയ്തിട്ടുള്ളത് ന്യൂയോർക്കിൽ ബേസ്ഡ് ആയിട്ട് ഞാൻ പഠിച്ച സ്കൂളും അതുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ന്യൂയോർക്ക് സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഫിലിംസാണ് ചെയ്തിട്ടുള്ളത്. ആദ്യമായി ചെയ്ത ഒരു ലോങ് വർക്ക് എന്ന് പറഞ്ഞാൽ ഷേപ്പ് ഓഫ് ദ ഷേപ്പ്ലെസ് എന്നുള്ളതാണ്. ജെൻഡർ ഫ്ലൂയിഡിറ്റിയെക്കുറിച്ചുള്ള വർക്കാണ്. ഐഡൻറ്റിറ്റി ആണ് അതിൻ്റെ ഒരു തീം. അത് ഇനി ഈ ഒരു ജെൻഡർ ആസ് എ പെർഫോമൻസ്, ഇപ്പം ജൂഡിത്ത് ബട്ട്ലറിൻ്റെ ഒക്കെ പെർഫോമറ്റിവിറ്റി തിയറി, ജെൻഡർ ട്രബിളൊക്കെ ഇപ്പോൾ ഇപ്പോൾ 90s ഇറങ്ങിയ അതിനൊരു വലിയ ഹെവി ഇൻഫ്ലുവൻസും ആ സാംസ്കാരിക ബൗദ്ധിക സാഹചര്യത്തിൽ നിന്നാണ് ആ വർക്ക് വരുന്നത്. പക്ഷെ അതൊരു ന്യൂയോർക്ക് സിറ്റിയിലെ ഒരു ട്രാൻസ്ജെൻഡർ എന്ന് പറയില്ല, ഒരു ആൻഡ്രോജനസ് ആയിട്ടുള്ള ഒരു പെർഫോമർ, റോസ്വുഡ് എന്നുള്ള പെർഫോമറുടെ ജീവിതത്തെ ഒരു 2-3 വർഷം ഫോളോ ചെയ്യുന്നതാണ് ഫിലിം ഷേപ്പ് ഓഫ് ദ ഷേപ്പ്ലെസ്. അതിവിടെ ഇന്ത്യയിൽ കാണിച്ചിട്ടുണ്ട്. ശേഷം ഞാൻ ഇന്ത്യയിൽ വന്ന് ചെയ്ത ഫിലിമാണ് പപ്പീലിയോ ബുദ്ധ. പപ്പീലിയോ ബുദ്ധയിലും അതിനുശേഷം കാബോഡി സ്കേപ്സ് എന്ന് പറഞ്ഞ ഒരു ഫിലിം ചെയ്തിരുന്നു. ഒരു ഗേ പെയിൻറ്റർ, അയാൾക്ക് കോഴിക്കോട്ടൊരു സോളോ എക്സിബിഷൻ നടത്താനുള്ള എല്ലാ സ്ട്രഗിളും അതിനോട് ബന്ധപ്പെട്ടുള്ള ആ കിസ് ഓഫ് ലവ് പ്രൊട്ടസ്റ്റിൻ്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായി വന്ന സാമൂഹ്യ മുന്നേറ്റങ്ങളുടെ ഒരു പശ്ചാത്തലത്തിലാണ്. അപ്പോൾ എൻ്റെ മിക്കവാറും സിനിമകൾ ഈ സോഷ്യൽ മൂവ്മെൻറ്റിൽ നിന്ന് എനർജി സ്വീകരിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഞാൻ ജനറലി തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ ഐഡൻറ്റിറ്റീസ് എങ്ങനെ രൂപപ്പെടുന്നു, ഐഡൻറ്റിറ്റീസ് എങ്ങനെ പെർഫോം ചെയ്യപ്പെടുന്നു, അത് ഒരു ടൂൾ ഓഫ് എംപവർമെൻ്റ് ആയിട്ടും ടൂൾ ഓഫ് ഓപ്പറേഷനായിട്ട് യൂസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഈ ബോത്ത് അത് ഒരേ സമയം ഐഡൻറ്റിറ്റീസ് അതെങ്ങനെ കൺസ്ട്രക്റ്റ് ചെയ്യപ്പെടുന്നു, അതെങ്ങനെ പെർഫോം ചെയ്യപ്പെടുന്നു, അതുപയോഗിച്ച് എങ്ങനെ ആളുകളെ കണ്ടെയ്ൻ ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളാണ് എല്ലാ വർക്കുകളും. അങ്ങനെ വരുമ്പോൾ പപ്പീലിയോ ബുദ്ധ കാസ്റ്റ് ഐഡൻറ്റിറ്റിയെ കുറിച്ചുള്ള വർക്കാണ്. മറ്റേ സെക്ഷുവാലിറ്റിയും സെക്ഷൽ ഐഡൻറ്റിറ്റിയെ കുറിച്ചുള്ള വർക്കാണ് കാബോഡി സ്കേപ്സ്. ഇത് എത്നിക് റേസ്, എത്നിസിറ്റി ആൻഡ് സം വാട്ട് കാസ്റ്റ്, അതിൻ്റെ ഒരു കൂടുതൽ ഇൻ്റർസെക്ഷണൽ ആസ്പെക്ട്സ് ഉൾക്കൊള്ളുന്നൊരു വർക്കാണ് റിതം ഓഫ് ദമാം. ഈ റിതം ഓഫ് ദമാം എങ്ങനെയായാലും അതൊരു കുറച്ചും കൂടി ഒരു ഗ്ലോബൽ പെർസ്പെക്റ്റീവിലുള്ള ഒരു ഫിലിമാണല്ലോ. മറ്റതൊക്കെ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ കേരളത്തിൻ്റെ സാംസ്കാരിക പരിസരങ്ങളിൽ നിന്നും രാഷ്ട്രീയ പരിസരങ്ങളിൽ നിന്നും ഉണ്ടായി വന്നിട്ടുള്ള ഒരു വിഷ്വൽ കോൺസെപ്റ്റാണ്. ഇപ്പോൾ ഈ റിതം ഓഫ് ദമാമിലേക്ക് അതായത് അതാണ് ഇപ്പം നമ്മളിപ്പം പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു പഠന അല്ലെങ്കിൽ ഗവേഷണത്തിൻ്റെ ഒരു രീതി, ജയൻ ചെറിയാൻ്റെ ഒരു ഗവേഷണത്തിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയിൽ നിന്നുള്ള ഒരു സിനിമയാണത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ എന്താണ് അതിലേക്ക് എത്തിച്ചേരുന്നത്, എങ്ങനെയാണ്? ആദ്യമായിട്ട് ഈ റിതം ഓഫ് ദമാം എന്താണെന്ന് പറയാം. ദമാം എന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രുമെൻ്റാണ്, ഒരു പെർക്യൂഷൻ ഇൻസ്ട്രുമെൻ്റാണ്. നമ്മുടെ മദ്ദളം പോലെ ആഫ്രിക്കനാണ്. അല്പോടെ വലിയ ഒരു മദ്ദളമല്ല, മദ്ദളത്തേക്കാൾ വലിയ ഒരു ഡ്രമ്മാണ്. 2 വശത്തും അടിക്കാവുന്ന, താളം പിടിക്കാവുന്ന ഡ്രമ്മാണ്. ഈ ഡ്രമ്മ് ആഫ്രിക്കയിൽ കാണുന്ന ഡ്രമ്മാണ്. അതോടൊപ്പം തന്നെ ഈ ദമാം എന്നൊരു വാക്കിന് പേർഷ്യൻ അറബിക് റൂട്ടുണ്ട്. അപ്പം അറേബ്യയിലെ ദമാം എന്നൊരു സിറ്റിയിലെ അതും ഈ ദമാം ഡ്രമ്മുമായിട്ട് ബന്ധപ്പെട്ടാണ്. അവരുടെ ഡ്രമ്മ് വേറെ തരത്തിലുള്ള ഡ്രമ്മാണെന്ന് മാത്രം. ഒരു മ്യൂസിക്കൽ പാരമ്പര്യം ഈ ആഫ്രിക്കൻ ഡയസ്പോറ, ആദ്യമേ ഈ ഫിലിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ആഫ്രിക്കൻ ഡയസ്പോറ കമ്മ്യൂണിറ്റിയെക്കുറിച്ചുള്ളതാണ് ഈ ഫിലിം. അത് ഇന്ത്യയിൽ പല തരത്തിലുള്ള ആഫ്രിക്കൻ ഡയസ്പോറയുണ്ട്. അതിൽ പ്രത്യേകിച്ച് ഉത്തര കന്നഡ ഡിസ്ട്രിക്റ്റുള്ള കർണാടകത്തിലുള്ള സിദ്ധികളെക്കുറിച്ചാണ്. സിദ്ധി എന്നാണ് ജനറലി അവരെ പറയുന്നത്. ചില മേഖലകളിൽ ഹബ്ഷി എന്ന് എത്യോപ്യ എന്ന് അർത്ഥമുള്ളൂ. ഹബ്ഷി സിദ്ധി
എന്ന പദം ഹബ്ഷി, സിദ്ധി, ഷഹീദി, പാകിസ്ഥാനിലെ സിന്ധിലൊക്കെ സിദ്ധികളുണ്ട്. അപ്പം ഈ കപ്പൽ ചാല് കടന്നു പോകുന്ന എല്ലാ ഈ പ്രത്യേകിച്ച് പോർച്ചുഗീസ്, സ്പാനിഷ്, ബ്രിട്ടീഷ് ആൻഡ് ഡച്ചുകാരുടെ ഒക്കെ സ്ലേവ് ട്രേഡിൻ്റെ ഭാഗമായിട്ട് അവർ നങ്കൂരോട്ട മേഖലകളിലൊക്കെ പോർട്ട് റിലേറ്റഡ് ആണ്. ധാരാളം ഡയസ്പൊറ ആളുകളുണ്ടാവും. ഈ സിദ്ധി എന്ന് പറയുന്ന പേര് വരുന്നത് സെയ്ദ് എന്ന പദത്തിൽ. അതിന് ഒരു ചരിത്രപരമായ കാരണമുണ്ട്. ഇപ്പം ആഫ്രിക്കൻ ട്രാൻസ് അറ്റ്ലാന്റിക് സ്ലേവ് ട്രേഡിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം, ഈ കപ്പലുകൾ വരുന്ന ചരക്ക്, മനുഷ്യർ എന്ന് പറയുന്ന ചരക്ക് കാർഗോ ആണ്. ഈ കാർഗോയുടെ ഉടമസ്ഥത എന്ന് പറയുന്നത് കപ്പൽ ക്യാപ്റ്റനാണ്. അപ്പം ഈ സിദ്ധി ആ ക്യാപ്റ്റൻ്റെ പ്രോപ്പർട്ടിയാണ്. അപ്പം ട്രെയിലർ, ക്യാമ്പൽ എന്നൊക്കെ പേര് ആഫ്രിക്കൻ അമേരിക്കൻസിനാണല്ലേ, അത് അവരുടെ സ്ലേവ് മാസ്റ്ററുടെ ഇൻഹെറിറ്റഡ് ലാസ്റ്റ് നെയിമാണ്. സോ ദാറ്റ് മീൻസ് ഒന്ന് സൺസ് ആൻഡ് ഡോട്ടേഴ്സ് ഓഫ് ടൈലർ ആൻഡ് ദ പ്രോപ്പർട്ടി ഓഫ് ട്രെയിലർ. ദ പ്രോപ്പർട്ടി ഓഫ് ട്രെയിലർ ബ്ലാക്ക് സ്ലേവ്സ്. അതിനെ റിജക്റ്റ് ചെയ്തുകൊണ്ട് ഈ ബ്ലാക്ക് കോൺഷ്യസ് മൂവ്മെൻറ്റ് 60s ഇവിടെ മാൽക്കം എക്സ് എന്ന് ഉപയോഗിക്കാൻ കാരണം വൈറ്റ് മാൻ, എൻ്റെ റിയൽ ലാസ്റ്റ് നെയിം എനിക്കറിയില്ല, എത്തനിസിറ്റി അറിയില്ല, ഐ ആം ട്രാഫിക്ഡ്, മൈ ആൻസിസ്റ്റേഴ്സ് ട്രാഫിക്ഡ് ആൻഡ് വയലേറ്റഡ് ആൻഡ് എത്തനിക്കലി ജനോസൈഡഡ്. സോ ആ റിയൽ ലാസ്റ്റ് നെയിം അറിയില്ലാത്തതുകൊണ്ട് ഞാൻ എക്സ് എന്ന് ഉപയോഗിക്കുന്നു. അപ്പം ഈ ബ്ലാക്ക് കോൺഷ്യസ് മൂവ്മെൻറ്റിലെ ബ്ലാക്ക് പോയട്രി ഗ്രൂപ്പിൻ്റെ ഒക്കെ ആൾക്കാർ, അമരി ബറാക്ക, ലിറോയ് ജോൺസ് ആയിരുന്നു പുള്ളി പേര്. അമരി ബറാക്ക ചേഞ്ചസ്. ലിറോയ് ജോൺസ് വളരെ അറിയപ്പെടുന്ന നാടകത്തും ആ പേരിൽ തന്നെ വളരെ പോപ്പുലറായ കവി ആയിരിക്കുമ്പോൾ തന്നെ മിഡിൽ ഓഫ് ഹിസ് കരിയറിൽ വെച്ചിട്ടാണ് പുള്ളി എങ്ങായിരുന്നു ഒരു 30s പുള്ളി പേര് ചേഞ്ച് ചെയ്യുന്നു. അതാണ് അമരി ബറാക്ക എന്ന് പറയുന്നത്. കൂടുതൽ ആഫ്രിക്കൻ പേരുകൾ ലാസ്റ്റ് നെയിമിൽ സ്വീകരിക്കാൻ തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് ജോൺ ആഫ്രിക്ക എന്ന് പറയുന്ന മൂവ് എന്ന് പറയുന്ന ഓർഗനൈസേഷനല്ലോ, ഈ 1983 മൂവ് ഹെഡ് ക്വാർട്ടേഴ്സ് FBI ബോംബിട്ട് തർക്കുകയും ഫിലാഡൽഫിയയിൽ മരിക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ആഫ്രിക്ക എന്ന് പറയുന്ന ലാസ്റ്റ് നെയിം അവർ സ്വീകരിക്കാൻ തുടങ്ങി. മൂവ് റസ്തഫാരിയൻ ശാഖയിലുള്ള ഒരു റിലീജിയനാണ്, കൂടുതൽ കൈൻഡ് ഓഫ് ജമൈക്കൻ പാരമ്പര്യത്തിലുള്ള. അവിടെ നിന്നാണ് റെമോണ ആഫ്രിക്ക, ആ ഗ്രൂപ്പിൽ അവർ ബ്ലാക്ക് പാന്തർ കണക്ഷൻ ഉണ്ട്. റെമോണ ആഫ്രിക്ക ആരെന്നറിയാലോ, ടൂപാക് ഷക്കൂറിന്റെ അമ്മയാണ്. ന്യൂജേഴ്സിയിൽ നിന്നാണല്ലോ പിന്നെ ബഫലോ സോൾജർ ബോബ് മാർലി ഇരുന്നു. ബോബ് മാർലി റിയലി റസ്റ്റയാണ്, ജമൈക്കൻ റസ്റ്റയാണ്. ഇതൊക്കെ ഈ അമേരിക്കയിലെ MOV എന്ന് പറയുന്നൊരു ഓർഗനൈസേഷൻ കൂടുതൽ റസ്റ്റയുടെ റിഫൈൻഡ് ഫോം വെരി പൊളിറ്റിക്കൽ എഡ്ജുള്ള ഒരു ഓർഗനൈസേഷൻ ആയിരുന്നു. അതിൻ്റെ ഏറ്റവും പ്രശസ്തനായ ഇന്ന് നമുക്കറിയപ്പെടുന്ന ആൾ മുമി അബു ജമാലാണ്. ഈസ് ഇൻ ജയിൽ. അപ്പം മുമി അബു ജമാൽ അതോടൊപ്പം തന്നെ ആ ഗ്രൂപ്പിലുള്ള ആളുകളിൽ ലാസ്റ്റ് നെയിം ആഫ്രിക്ക എന്ന് സ്വീകരിക്കില്ലേ, അങ്ങനെ സ്വീകരിക്കുക. ജോൺ ആഫ്രിക്ക, റെമോൺ ആഫ്രിക്ക, ലേറ്റർ റാപ്പറുടെ മദർ, അത് ടൂപാക് ഷക്കൂറിൻ്റെ അമ്മയാണ്, യാസിദ ഷക്കൂർ. അപ്പം അങ്ങനെ ലാസ്റ്റ് നെയിം പല ആൾക്കാരും ഇങ്ങനെ സ്വീകരിക്കാൻ തുടങ്ങിയതുപോലെ തന്നെ ഇവിടെ ഈ സെയ്ദിൻ്റെ പ്രോപ്പർട്ടിയാണ് സിദ്ദീസ് അവിടെ നിന്നത്. അപ്പോൾ ഒരു തരത്തിൽ പ്രൈഡാണ്. ഇസ്ലാമിക് ജീനിയോളജിയിൽ കണ്ട സെയ്ദീസ് കൈൻഡ് ഓഫ് നോബിൾ മാൻ, ഈസ് എ നോബിളസ്റ്റ് മാൻ ഇൻ ദയർ ഹൈറാർക്കി, സ്ലേവ് ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്. അപ്പോൾ ഈ പോർച്ചുഗീസുകാരും ബ്രിട്ടീഷുകാരും ഒക്കെ സ്ലേവ് ട്രേഡ് നടത്തുന്നുണ്ടെങ്കിൽ ബേസിക്കലി ആഫ്രിക്കയിലെ വിവിധങ്ങളായ വൈവിധ്യമാർന്ന രാജ്യങ്ങളിൽ നിന്ന് ഒക്കെയാണ് ആളുകൾ പിടിക്കുന്നത്. സെറ്റിൽഡ് ആയിട്ടുള്ള ട്രൈബ്സ്, സെറ്റിൽഡ് ട്രൈബിൽ നിന്നല്ല കൂടുതലും ബന്ധു ഗോത്രത്തിൽപ്പെട്ട്, ബന്ധു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാൻ ഒരു കൈൻഡ് ഓഫ് ഒരു മോണോലിത്തിക് അല്ല ആ ഗ്രൂപ്പ്. എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. നൊമാഡിക് ആയിട്ടുള്ള ഗ്രൂപ്പുകളുണ്ട്, സെറ്റിൽഡ് ആളുകളുണ്ട്. അതിനകത്ത് ഫീൽഡിലൊക്കെ ഈ നൊമാഡിക് ആയിട്ടുള്ള ആരും കൂടുതൽ ചോദിക്കാനും പറയാനും ഇല്ലാത്ത ആൾക്കാരാണ് ഇവർ പിടിക്കുന്നത്. അപ്പോൾ വിവിധ രാജ്യങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത സ്ലേവ്സിനെ, അതെ തീർച്ചയായിട്ടും സ്ലേവ് ക്യാച്ചേഴ്സ് ആർ അറബിക് people, majority technically they're Arab. അതിലിപ്പം ഇപ്പം നമ്മളിപ്പോൾ ഈ സ്ലേവ് ക്യാപ്ചേഴ്സ് എന്ന് പറയുമ്പോൾ അതിനകത്തിപ്പോൾ ഒരു ഇസ്ലാമിക് ആയതുകൊണ്ട് അവർ ഹ്യൂമൻ സ്പേസ്, ഇസ്ലാമിക് എന്ന് ഞാൻ പറഞ്ഞില്ല, അല്ല മുസ്ലിം, അറബിക്. നമ്മൾ അറബ് എന്ന് പറയുന്നത് നോർത്ത് ആഫ്രിക്കൻ. ഇപ്പം നോക്കൂ, സുഡാനിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സുഡാനിൽ സെറ്റിൽ ആൾക്കാർ, ദിസ് പീപ്പിൾ ആർ ആഫ്രിക്കൻ പീപ്പിൾ. They are connecting their lineage to Arab tradition. They call themselves Arab. Trade tradition. Trade tradition അല്ല,
ദ ലീനേജ് കണക്റ്റിംഗ് തിയോളജിക്കലി കണക്റ്റിംഗ് ടു സെയ്ദ്. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. അതായത് ഒരു ആൻഷ്യന്റ് ഇതിന്റെ ഭാഗമാണോ പറയുന്നത്? ഈ അറബ് സ്ലേവ് കാച്ചേഴ്സ് എന്ന് പറയുന്നത് ഗ്രാസ് റൂട്ട് ലെവലിലുള്ള സ്ലേവ് കാച്ചേഴ്സാണ്. ഇവരെ വിവിധ രാജ്യങ്ങളിൽ കൂട്ടുകയും ഏറ്റവും വലിയ സ്ലേവ് തുറമുഖം എന്ന് പറയുന്നത് മൊസാംബിക്കാണ്. ഈ മൊസാംബിക്കിലെ തുറമുഖത്തിലേക്ക് ആണ് മറ്റേ വെള്ളക്കാരായ ട്രാൻസ് അറ്റ്ലാന്റിക് സ്ലേവ് ട്രേഡേഴ്സും ഇന്ത്യൻ ഓഷ്യൻ സ്ലേവ് ട്രേഡേഴ്സും ആളുകൾക്കുണ്ട്. ഇത് കൊളോണിയൽ സ്ലേവിയുടെ കാലമായി. പ്രീ കൊളോണിയൽ ടൈമിൽ ഇന്ത്യയിൽ നിന്ന് സ്ലേവ് ട്രേഡ് ഡയറക്റ്റായിട്ട് ആഫ്രിക്കയിലേക്ക് കിടന്നിട്ടുണ്ട്. നമ്മുടെ ഗുജറാത്തിൽ നിന്നുള്ള ഉരുക്കളൊക്കെ പോയിട്ട് സ്ലേവ്സിനെ വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഇതിനേക്കാൾ ഏറ്റവും രസം വെച്ചാൽ ഇന്ന് ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തനായ സ്ലേവ്, ഫോർമൽ സ്ലേവ് എന്ന് പറയുന്നത് മാലിക് കമ്പറാണ്. അഹമ്മദ് നഗറിലെ ജനറലായിരുന്ന മാലിക് കമ്പർ. മാലിക് കമ്പർ ബോൺ in Ethiopia. His name is Chappu. He sold in Baghdad market. One of the Habshi nobleman. Slaves മാത്രമല്ല, ഹബ്ഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിദ്ധികളെ ഹബ്ഷി എന്ന് വിളിക്കുന്നുണ്ട് ചില ലിറ്ററേച്ചറിൽ. അത് ഇപ്പോൾ ഒബ്സലീറ്റ് ആയ പദം. ഹബ്ഷി എന്നുള്ള എത്യോപ്യൻ എന്നുള്ളതിൻ്റെ ഈ അറബിക് എക്സ്പ്രഷനാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഹബ്ഷി നോബിൾമാനാണ് അയാൾ അഹമ്മദ് നഗറിൽ കൊണ്ടുവരുന്നത്, മേടിച്ച് 3 പ്രാവശ്യം പുള്ളിനെ വിറ്റിട്ടുണ്ട്. അങ്ങനെ 3ാമത്തെ പ്രാവശ്യം വിറ്റിട്ട് പുള്ളി ഇവിടെ വരുന്നത്. അങ്ങനെ ഇരിക്കുകയാണ്. പുള്ളിക്കാരൻ എക്സ്ട്രാ ഓർഡിനറി യോദ്ധാവായിരുന്നു, ട്രെയിൻഡ് ഇൻ അഹമ്മദ് നഗർ. അങ്ങനെ ഈ പുള്ളിയുടെ ഓണറായ ഈ ഹബ്ഷി നോബിൾമാൻ ഡൈഡ്. ദെൻ സഡൻലി ഹി ബിക്കെയിം ഫ്രീ. അങ്ങനെ ഫ്രീ ആകുകയും പുള്ളി ഹി ക്ലൈംബ് ദ ലാഡർ. അങ്ങനെ ഹി ബിക്കെയിം ദ ആർമി ചീഫ് ഓഫ് അഹമ്മദ് നഗർ. ദെൻ ഹി എഫക്റ്റീവ്ലി ഡിഫീറ്റഡ് മുഗൾസ്. ജഹാംഗീർ ഹേറ്റ് ഹിം. ജഹാംഗീറിൻ്റെ കൊട്ടാരത്തിൽ കാണുന്ന പെയിൻറ്റിംഗ് ആണ് നമുക്ക് മാലിക് കമ്പറിൻ്റെ ആ കറുത്ത വാളും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന മനുഷ്യനെ കുറിച്ചുള്ളത്. ജഹാംഗീറിൻ്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു. കാരണം ഹി പയനിയർഡ് എ ടെക്നിക് ഓഫ് വാർഫെയർ ലേറ്റർ മറാഠാസ് ടേക്കൺ ഫ്രം ഹിം, വിച്ച് ഈസ് ഗറില്ല വാർഫെയർ. അതുകൊണ്ടാണ് എഫക്റ്റീവ്ലി മുഗൾസിനെ പുള്ളിക്ക് തടഞ്ഞു നിർത്താൻ കഴിയുന്നത്. അങ്ങനെയുള്ള നോബിൾ ഫിഗേഴ്സ് ഉണ്ട്. അപ്പോൾ സ്ലേവ് ട്രേഡ് വാസ് ഹാപ്പനിങ് ദർ ഓൾവേസ്. അദ്ദേഹത്തിൻ്റെ ലീനേജിലുണ്ടായിരുന്ന പിന്മുറക്കാരായ ആളുകളാണ് പിന്നീട് ജഞ്ചീറ ഐലൻഡ് സ്ഥാപിക്കുന്നത്. ജഞ്ചീറ ഐലൻഡ് ഒരു പ്രിൻസ്ലി, തിരുവിതാംകൂർ പോലെ ഒരു പ്രിൻസ്ലി സ്റ്റേറ്റ് ആയിരുന്നു 1949 വരെ. ബ്രിട്ടീഷ് പീപ്പിൾ, ഡച്ച് പീപ്പിൾ ആൻഡ് പോർച്ചുഗീസ് പീപ്പിൾ ട്രൈ ടു കോൺകർ ദാറ്റ് ലിറ്റിൽ കിങ്ഡം. അതായത് 16 ഏക്കർ മാത്രമുള്ള 16 സ്ക്വയർ കിലോമീറ്റർ അതിലേക്ക് ഉള്ള ജഞ്ചീറ ഐലൻഡാണ് 1949 വരെ അൺഡിഫീറ്റബിൾ ആയിരുന്നു. ഇറ്റ് വാസ് കൺട്രോൾഡ് ബൈ സിദ്ധീസ്, റൂൾഡ് ബൈ സിദ്ധീസ്. അത് മുസ്ലിം സിദ്ധി, അവരെ പിന്മുറക്കാരാണ് ഗുജറാത്തിൽ കാണുന്ന മറ്റേ ഗുജറാത്തിലെ സിദ്ധികൾ ഞാൻ പറഞ്ഞത്. ഞാൻ ഇതിലേക്ക് തിരിച്ചു വരാം. സിദ്ധി എന്ന് പറയുന്ന വാക്ക്. അപ്പം ഈ സെയ്ദ് എന്ന് പറയുന്ന കപ്പലോടമ ക്യാപ്റ്റൻ്റെ ആ സെയ്ദ് എന്നുള്ള ഒരു നോബിൾ മാൻ എന്നുള്ള ലൈനിലാണ് വരുന്നത്. അപ്പം ഇവർ മറ്റൊരു ഈ കൊളോണിയൽ സ്ലേവ് ഓണേഴ്സ്, ദേ ആർ നോട്ട് സ്ലേവ് ക്യാച്ചേഴ്സ്, ദേ ആർ സ്ലേവ് ട്രാൻസ്പോർട്ട് ട്രാഫിക്കേഴ്സ്. ഇവർക്ക് ഇപ്പം ആഫ്രിക്കയിൽ തന്നെ ലോക്കൽ ട്രൈബുകൾ മറ്റേ അവരെ ശത്രു ട്രൈബുകളെ സ്ലേവ്സ് ആക്കി വിൽക്കും. അങ്ങനെ ഒരു പരിപാടിയുണ്ട്. അത് കുറേ കാലം ഇങ്ങനെ തുടർന്നിരുന്നു. അപ്പം ഈ സിദ്ധി എന്ന് പറയുന്ന പേര് വന്നത് ഇത് തന്നെ, ഈ ഹബ്ഷി എന്ന് പറയുന്നത് പോലെ തന്നെ സിദ്ധി എന്നുള്ള പേരും വന്നതും ഈ അറബ് ട്രഡീഷനിലുള്ള നാമങ്ങളിൽ നിന്നാണ്. അപ്പോൾ ഈ ജയനിപ്പോൾ ചെയ്യുന്ന ഈ ഫിലിമിനകത്തേക്ക് വരുന്ന സിദ്ധികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും കർണാടക, അതാണല്ലോ നമ്മുടെ കർണാടക സംസ്ഥാനത്തുള്ള സിദ്ധികളാണ്. അതിലേക്ക് വരികയാണെങ്കിൽ ഈ 16, 17, 18 നൂറ്റാണ്ടുകളിൽ ആദ്യത്തെ സ്ലേവ് ഷിപ്പ് ഇവിടെ വരുന്നത് എനിക്ക് തോന്നുന്നത് വാസ്കോ ഡി ഗാമയൊക്കെ വന്ന ശേഷം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം തന്നെ സ്ലേവ് ട്രേഡ് ആരംഭിച്ചിട്ടുണ്ട്. അത് തന്നെയല്ല, ഈ ഇന്ത്യൻ ഓഷ്യനിൽ വേറെ അതർ പ്ലെയേഴ്സ് ഉണ്ട്. യമനീസ് ആർ എ ഫോഴ്സ് ദെയർ, എസ്പെഷ്യലി ദാറ്റ് യമനി പാരമ്പര്യത്തിൽപ്പെട്ട ആളുകൾ കേരളമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ നമ്മുടെ കേരള ചരിത്രത്തിൽ വളരെ മിസ്ഇൻറ്റർപ്രറ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഒരു പരമ്പരയുള്ള പൈറേറ്റ്സ് ഉണ്ടായിരുന്നു. ആ പൈറേറ്റ്സിൽ ഒരാളാണ് കുഞ്ഞാലിമരക്കാർ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ വേറെ തരത്തിലാണ് പ്രത്യേക കേരളത്തിൻ്റെ ചരിത്ര സാഹചര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നത്. അദ്ദേഹം അല്ല, ഒരാളല്ല, അവരൊക്കെ യമനി ഒറിജിനായിട്ടുള്ള പൈറേറ്റ്സ് ആണ്. ദേ ഹാവ് കോൺസ്റ്റൻ്റ്ലി അറ്റാക്കിങ് പോർച്ചുഗീസ് ഷിപ്സ് ആൻഡ് വെസ്റ്റേൺ ഷിപ്സ് ആൻഡ് ഓൾസോ ഇവരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അവർ ജന്മശത്രുക്കളായിരുന്നു. ആ വൈര്യം നമുക്കറിയാലോ.
അപ്പം ഈ പോർച്ചുഗീസുകാരുടെ കൊളോണിയൽ സ്ലേവറി മോഡേൺ സ്ലേവറിയാണ്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ നമ്മുടെ പ്രീ കൊളോണിയൽ ഇന്ത്യൻ സ്ലേവറി ഇപ്പോൾ നമുക്ക് വിട്ടുകളയാം. ഹ്യൂജ് സബ്ജക്റ്റാണ്. മെഴ്സണറീസ് വന്നിട്ടുണ്ട്. ഹൈദരാബാദിലെ നിസാമിന് വലിയൊരു മെഴ്സണറി പടയുണ്ടായിട്ടുണ്ട്. അവസാനം ഹൈദരാബാദിലും നിസാം ലേറ്റർ ഈ സിദ്ധി ആർമി ഉണ്ടാക്കിയപ്പോൾ ഇവിടുന്ന് ഫ്രീ ആയിട്ടുള്ള സ്ലേവ്സിനെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല സ്ഥലത്തേക്കും ചെയ്തിട്ടുണ്ട്. വളരെ ഹിസ്റ്റോറിക്കൽ, വളരെ രസകരമായ ചരിത്രത്തിൻ്റെ ഘട്ടങ്ങളാണ്. പക്ഷേ ഇവിടെ ഈ കൊളോണിയൽ സ്ലേവറി ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഭാഗമാണ്. അത് ആധുനിക ഫിനോമിനാണ്. നമ്മൾ പോസ്റ്റ് റവല്യൂഷൻ, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കാലം ആധുനികം എന്ന് പറയാമെങ്കിൽ. അപ്പം അവരെ 1835 ഇന്ത്യയിൽ സ്ലേവ് ട്രേഡ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ അവസാനിപ്പിക്കുന്നു. പിന്നെ ഇവിടെ നിന്നുള്ള ഫ്ലോ ഒക്കെ സ്ലേവ്സ് അല്ലാണ്ടായി, ഇന്ത്യൻ സർവൻസായി. ഇവിടെ കച്ചവടം നടക്കുന്നില്ല. അന്നോർത്തിട്ട് ഇവർ നിയോഗിച്ചെന്ന് വെച്ചിട്ട് ഇവിടെ നിന്നിട്ടൊന്നുമില്ല. നിർബാധം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ 1840കളിൽ ഒരു പ്രതിഭാസം, കത്തോലിക്ക സഭയുടെ ഭീകരമായിട്ടുള്ള ഒരു വാഴ്ച. അവരൊക്കെ കേരളത്തിൽ ബിഷപ്പ് മാനസീസൊക്കെ വന്നിട്ട് ഇവിടുത്തെ കേരളത്തിലെ ക്രിസ്ത്യാനികൾ ടൈം ചെയ്ത് കാത്തോലിക്കരാക്കുകയും ചെയ്തിട്ടുണ്ട്. കൂനംകുരി സത്യവും ഉദയംപേരൂർ സിനഡൊക്കെ നമുക്കറിയാം. അതിവിടെ നടന്നുകൊണ്ടിരിക്കാൻ ഞാൻ ഇങ്ങോട്ട് തന്നെ ഫോക്കസ് ചെയ്യാം. ഈ ഫ്രാൻസിസ് സേവിയർ എന്ന് പറയുന്ന മിഷണറി ഇവിടെ തീരപ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ദളിത് മുക്കോ വിഭാഗങ്ങളിൽപ്പെട്ട ഒത്തിരി ആളുകളെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കത്തുകളുണ്ട്. അത് നമുക്ക് വലിയ വിലപ്പെട്ട രേഖകളാണ്. പേഗൻസിനെ കുറിച്ച്, ശിവനെ വർഷിപ്പ് ചെയ്യുന്ന പോലെ, ദിസ് പീപ്പിൾസ് ഹാർട്ട് ആർ ഡാർക്ക് അസ് ദ ഗോഡ്സ് ദേ ആർ വർഷിപ്പിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹൃദയവേദനയുടെ പോപ്പിന് എഴുതുന്നുണ്ട്. അപ്പം ഈ ഗോവയിലെ പ്രമാണിമാരൊക്കെ ഫോഴ്സ് ടു കൺവേർട്ട് ടു ക്രിസ്ത്യാനിറ്റി. അല്ലാത്തപ്പോൾ അവരുടെ പ്രോപ്പർട്ടി പിടിച്ചെടുക്കും. പ്രത്യേകിച്ച് ഗൗഡ സരസ്വ ബ്രാഹ്മണ വിഭാഗങ്ങൾ അവരായിരുന്നു ഡോമിനൻ്റ് ക്ലാസ്. നേരത്തെ ഫൈനാൻസ് ക്യാപിറ്റൽ കൈകാര്യം ചെയ്യുന്ന മനുഷ്യരാണ്. ദിസ് പീപ്പിൾ ആർ പ്രോമിനൻറ്റ് ഫിഗേഴ്സ് എക്കോണമിക്കലി. അപ്പോൾ അവർക്കാണ് ഇത് ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് വരിക. അപ്പം ദേ ഫോഴ്സ് ടു റൺ അവേ ഫ്രം ഗോവ. ദേ ഫോഴ്സ് ഗോ ടു ഈവൻ മാംഗ്ലൂർ, എൻഡ് അപ്പ് ഇൻ ഈവൻ കേരള, കൊച്ചിൻ. നമുക്ക് അതറിയാം. അപ്പം ഇത് ചില വിദ്വാൻമാരെന്നല്ല, വളരെ സ്മാർട്ടായിട്ടുള്ള അവിടുത്തെ ഡോമിനൻ്റ് ക്ലാസ് ഇൻക്ലൂഡിങ് ബ്രാഹ്മിൻസ് ബിക്കെയിം കാത്തലിക്. ആൻഡ് ദേ ആർ പ്ലേസിങ്, ഓഫ് കോഴ്സ് കേരളത്തിലെയും സാമൂതിരി പ്ലേസ് ചെയ്തവർക്ക് പോർച്ചുഗീസുകാരെ പ്ലേസ് ചെയ്യുന്നു, കത്തോലിക്ക മതത്തെ പ്ലേസ് ചെയ്യുന്നു. എല്ലാ വർത്തക പ്രമാണിമാരും കൃഷി പ്രമുഖരായിട്ടുള്ള ബ്രാഹ്മിൻസൊക്കെ ക്രിസ്ത്യാനികളായി, കത്തോലിക്കരായി. പക്ഷേ ഇവർ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നോമിനലായിട്ട്, പക്ഷെ അവരുടെ ഉള്ളിൽ അവരുടെ വർഷിപ്പ് രാവിലെ പൂജ നടത്തുക, ഹിന്ദു രീതി തന്നെ ഒരു റിച്വൽസ് ഒക്കെ പ്രൊസീഡ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ഈ ഫ്രാൻസിസ് സേവിയർ ഇത് കണ്ടുപിടിക്കുന്നു. അയാൾ ഭയങ്കര ഹൃദയവേദനയോടെ വീണ്ടും പോപ്പിൽ എഴുതുവാണ്. പോർച്ചുഗലിലെ രാജാവിനൊക്കെ എഴുതുന്നു, ഈ ദിസ് പീപ്പിൾ ആർ പ്രാക്ടീസിങ് സിൻഫുൾ പേഗൻ വർഷിപ്പ് റിച്വൽസ്. സോ ഇവരെ ഇതിൽ നിന്ന് ഇവിടുത്തെ ഈ ആത്മാക്കളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയുടെ ഫലമായിട്ട് 1845 അവിടെ നിന്ന് ഇൻക്വിസിഷൻ്റെ ഒരു ഇൻക്വിസിറ്റർ വിടുവാണ് അങ്ങോട്ട്. ആൻഡ് ദിസ് പീപ്പിൾ സ്റ്റാർട്ടഡ് ടു ഹാവ് ഇൻക്വിസിഷൻ കോഡ്സ്. ഇപ്പോഴത്തെ ഓൾഡ് ഗോവ വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ മ്യൂസിയം ഇരിക്കുന്ന സ്ഥലമില്ലേ, അവിടെ ഇങ്ങനെ സ്റ്റേക്ക് ചെയ്യാൻ സ്ഥലമുണ്ട് കത്തിക്കാൻ. അപ്പം ഈ പേഗൻ പ്രാക്ടീസ് തുടരുന്ന ഗോവൻ പ്രമാണിമാരെ വിചാരണ ചെയ്തിട്ട് ശിക്ഷിക്കുകയും ചെയ്യും. മിക്കവാറും കത്തിക്കുക, തൂക്കിക്കൊല്ലുക, കൈവിട്ട് തൊലിയൊരിക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് ചെയ്യുന്നത്. അതിന് പിക്ചറുണ്ട് ഗോവൻ ഇൻക്വിസിഷൻ്റെ, ഒന്ന് ഗൂഗിൾ ചെയ്ത് യു ഗെറ്റ് ദി ഇമേജസ് ഹൗ ദ പ്രാക്ടീസ്. പക്ഷേ ഒരു കണ്ടീഷൻ, ഈ വിചാരണ തുടങ്ങുന്നതിന് മുമ്പ്, ടു ഗെറ്റ് റിഡ് ഓഫ് ദിസ് പ്രമാണീസ് പ്രോപ്പർട്ടി, അയാളുടെ ഈ മുതലാളിയുടെ, ഈ പ്രമാണിയുടെ ജാതിപരമായ സമ്പത്തില്ലാതാക്കുക. അതിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് തിങ് അവരുടെ അടിമകളെ മോചിപ്പിക്കുക. അതൊരു പ്രോപ്പർട്ടിയാണ്. അതിന് അടിമകളോടുള്ള സ്നേഹം കൊണ്ടല്ല, അടിമകളെ മോചിപ്പിക്കുകയോ വേറെ ആൾക്കാർക്ക് വിൽക്കുകയോ ചെയ്യാം. പക്ഷേ ഈ ഗ്യാപ്പിൽ ഈ പ്രോപ്പർട്ടിക്ക് ഈ യജമാനന്മാർ പല അടിമകളെ തുറന്നു വിടും. ഇപ്പം ദിസ് പീപ്പിൾ അത് തന്നെ അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു ഉപാധിയാണ്. സ്വതന്ത്രരായി നടക്കാനൊന്നും പറ്റില്ല. ദേ ഹാവ് ടു റൺ അവേ ടു കൊങ്കൺ ഫോറസ്റ്റ്, നിയറസ്റ്റ് ഫോറസ്റ്റ്. അപ്പോൾ അവിടെ അങ്ങനെയാണ് ആദ്യകാലത്ത് സിദ്ധികൾ ഫ്രീ ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കമ്മ്യൂണുകൾ സ്ഥാപിക്കാനും കൃഷി ചെയ്യാനും ഒക്കെ തുടങ്ങുന്നത്, വനത്തിൻ്റെ ഉള്ളിൽ വന്നിട്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ വേറൊരു ഇവൻ്റ് ഉണ്ടാകുന്നുണ്ട് ഈ 1845 ഇടയിൽ. അപ്പോൾ ഇന്ത്യയിൽ
ആ സമയത്ത് നിരോധിച്ചിരിക്കുക. അപ്പോൾ സ്ലേവറി 35 തന്നെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിരോധിച്ചു. പ്ലേഗ്, ഗോവൻ പ്ലേഗ്, ഈ പ്ലേഗിൻ്റെ ഗോവൻ ഇൻക്വിസിഷൻ അതിൻ്റെ ഭീകരത വേറൊരു തരത്തിൽ നമുക്ക് വർണ്ണിക്കാറുണ്ട്, അത് നമ്മളിപ്പോൾ പറയുന്നില്ല. പക്ഷേ ഈ ഗോവൻ പ്ലേഗിൻ്റെ സമയത്ത് ലോട്ട് ഓഫ് സ്ലേവ് ഡെൻസ് ആർ അൺഅറ്റൻഡഡ്. അവർക്ക് രക്ഷപ്പെടാനുള്ള അവസരം ഉണ്ടായി. അപ്പോൾ അങ്ങനെയും കുറേ ആളുകൾ ഈ കൊങ്കൺ വനങ്ങളിലേക്ക് വരുന്നു. പിന്നീട് 10-15 വർഷം കഴിഞ്ഞിട്ടാണ് 1865 പോർച്ചുഗീസ് രാജാവ് ഒഫീഷ്യലി പോർച്ചുഗലിൽ, ഇത് പോർച്ചുഗീസ് ഇൻക്ലൂഡിങ് ഗോവ, സ്ലേവറി നിരോധിക്കുന്നത്. അപ്പോൾ ടെക്നിക്കലി ദിസ് പീപ്പിൾ ആർ ഫ്രീഡ്. പക്ഷെ ഫ്രീ ആവുക തന്നെയല്ല, ഇവർ ആ സ്ലേവ്സ് തന്നെ ആയിരിക്കുകയും ഇവരെ ഈ ഹലിയാൾ മറ്റുള്ള താലൂക്കുകളിലൊക്കെ ഉള്ള കരിമ്പ് പാടങ്ങളിലേക്കുള്ള യജമാന്മാർക്ക് വിൽക്കാൻ തുടങ്ങി. ബീജാപ്പൂർ സുൽത്താൻ റിക്രൂട്ട് ചെയ്തു. ഈ സമയത്താണ് ഹൈദരാബാദിലെ നിസാം ഇവിടുന്ന് റിക്രൂട്ട് ചെയ്തിട്ട് അയാളുടെ സിദ്ധി പടയിലേക്ക് ആളുകൾ റിക്രൂട്ട് ചെയ്തു. കേരളത്തിലേക്കൊക്കെ വന്നിട്ടുണ്ട്. കേരളത്തിൽ ഈവൻ പല കാപ്പിരി മുത്തപ്പനൊക്കെ പറയുന്ന ഈ സിദ്ധികൾ തന്നെ ഹിന്ദു സിദ്ധി, അതിലേക്കാണ് വരുന്നത്. അത് ഈ ഗോവയിലെ ഈ കൊങ്കൺ പ്രദേശത്തിലെ മുതലാളിമാരെ ലാൻഡ് ലോഡ്സ് എന്ന് പറയുന്നത് കാസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഇതർ പല തരത്തിലുള്ള ബ്രാഹ്മണന്മാരാണ്. ഹെഗ്ഡേസ് ആൻഡ് ഹെബ്ബാർസ് ആൻഡ് ഗർവക്കർ, അങ്ങനെയുള്ള പല ബ്രാഹ്മണന്മാരായിട്ടുള്ള ആളുകൾ, അവരുടെ കൂലിക്കാർ ഈ സ്ലേവ്സിനെ റീഇൻസ്ലേവ് ചെയ്യാൻ തുടങ്ങി. അതോട് കൂടാതെ ഈ ഗോവയിൽ നിന്ന് അവർ ഇതുപോലെ കൃഷിപ്പണിക്ക് വേണ്ടിയിട്ട് കൂട്ടത്തോടെ കരിമ്പ് കൃഷിക്ക് വേണ്ടിയും മരക പ്ലാന്റേഷൻസിന് വേണ്ടിയും ആൾക്കാരെ വാങ്ങിയിട്ടുണ്ട്. അത് അവരുടെ സ്ലേവ്സ് ഉണ്ട്. കൂടാതെ ഈ റണ്ണവേ സ്ലേവ്സ് ഈ വനങ്ങളിൽ കമ്മ്യൂണിറ്റി ഉണ്ടാക്കി ഇങ്ങനെ വെട്ടിത്തെളിക്കുന്നത് ഇവർ കണ്ടുപിടിച്ചു. അപ്പോൾ അവർ പ്രത്യേകിച്ച് അത് ഈ പർട്ടിക്കുലർ ബ്രാഹ്മിൺ ലാൻഡ് ലോഡ്സാണ്. ദിസ് പീപ്പിൾ ഇവർ ഈ ലാൻഡ്, ഇവർ ക്ലീനാക്കിയ ലാൻഡ് ഗ്രാബ് ചെയ്യും, ഇവർ വേറെ പുതിയ സ്ഥലത്തേക്ക് മാറ്റുകയും ചെയ്തു. അങ്ങനെ അവർ കളക്റ്റീവ്ലി ഇവരെ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ഇൻഡിവിജ്വലി കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഇത് ഇവരുടെ ലാൻഡിൽ ഇവർ താമസിക്കാൻ തുടങ്ങി. അപ്പോൾ ദീസ് പീപ്പിൾ ആ ലാൻഡ് വെക്കുമ്പോൾ ആ ലാൻഡിനോടൊപ്പം ഇവരെ കൈമാറ്റം ചെയ്യാൻ തുടങ്ങി. അങ്ങനെയുള്ള ആളുകളാണ് ഹിന്ദുക്കളായി മാറിയത്. അതോടൊപ്പം തന്നെ ബീജാപ്പൂർ സുൽത്താൻ്റെ മേടിച്ചുകൊണ്ട്, ഇവരുടെ തന്നെ കസിൻസാണ്, മേടിച്ചുകൊണ്ട് ആൾക്കാരെല്ലാം മുസ്ലിങ്ങളായി. അതോടൊപ്പം തന്നെ മുസ്ലിം സ്ലേവ് ഓണേഴ്സിൻ്റെ സ്ലേവ്സ് മുസ്ലിങ്ങളായി. പിന്നെ ഈ കരിമ്പ് കർഷകരായ ഗോവൻ ക്രിസ്ത്യൻ സ്ലേവ് ഓണേഴ്സിൻ്റെ അങ്ങനെയാണ് ബസ്റ്റോവും കാസിമും ഒക്കെ വരുന്നത്. അപ്പോൾ അവർ ക്രിസ്ത്യാനികളായി. അപ്പോൾ ഇപ്പോൾ കൊങ്കണിൽ ഈ 3 താലൂക്കുകളിൽ ഹലിയാൾ, യെല്ലാപ്പൂർ ആൻഡ് അങ്കോള താലൂക്കുകളിൽ താമസിക്കുന്ന ഈ മനുഷ്യരുടെ ഒരു വിഭാഗം ക്രിസ്ത്യാനികളും ഒരു വിഭാഗം മുസ്ലിങ്ങളുമാണ്. മുസ്ലിങ്ങൾ ഭൂരിപക്ഷവും ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ ചെയ്ത് നഗരങ്ങളിലെ സ്ലംസിലാണ് താമസിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പം ഹലിയാൾ മേഖലയിൽ ഭഗവതി എന്ന് പറയുന്ന സ്ഥലത്ത് കോളനി, അവിടെ സിദ്ധി കോളനി, മുസ്ലിം കോളനിയാണ്. അവിടെ അവർ കേന്ദ്രീകരിച്ച് ചെറിയ ചെറിയ കച്ചവടങ്ങളും ഇതുപോലെ കൂലിപ്പണികളൊക്കെ ചെയ്ത് ജീവിക്കുന്നു. ക്രിസ്ത്യാനികൾക്ക് പൊതുവെ ഈ കാത്തലിക് റിലീജിയൻ്റെ ഒരു ഗ്രിപ്പ് അവരുടെ മേലുള്ളതുകൊണ്ട് അവർക്ക് കാത്തലിക് സ്കൂളുകളിലൊക്കെ അഡ്മിഷൻ കൂടി കുട്ടികൾ പഠിക്കാനൊക്കെ തുടങ്ങുകയും അവർക്കൊരല്പം അപ്ലിഫ്റ്റ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട് സോഷ്യൽ ലാഡറിൽ. ഹിന്ദു സിദ്ധികളുടെ കാര്യമാണ് ഏറ്റവും അൺഫോർച്ചുനേറ്റ്. ദേ ആർ ലിവിങ് ഇൻസൈഡ് ദിസ് ഫോറസ്റ്റ് ലാൻഡ്സ്. വനവാസി എന്ന് പറയുന്നത് അവരുടെ ഈ വനവാസി എന്ന് പറയുന്നത് ലാൻഡ് ലോഡാണ്. ലാൻഡ് ലോഡിന് ഈ സ്ഥലമുള്ളത്. ഈ സ്ഥലത്താണ് ഇവർ ഈ പ്രോപ്പർട്ടിയോടൊപ്പം കൈമാറ്റം ചെയ്യപ്പെടുകയും സ്കൂളുകൾ, ബേസിക് ആയിട്ടുള്ള ആരോഗ്യ സംവിധാനങ്ങൾ ഒന്നുമില്ലാതെ ടോട്ടലി ബാക്ക്വേർഡ് ആയിട്ട് നടക്കും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം 1980-കൾ വരെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അത് ഈ സ്ഥിതികളിൽ ഇങ്ങനെ ഡിവിഷനൊക്കെ ഉണ്ടെങ്കിൽ പോലും, ഈ ക്രിസ്ത്യൻ മുസ്ലിം സ്ഥിതികളുടെ ഈ ഡിവിഷനൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരുടെ ലാംഗ്വേജും അവരുടെ റിലീജിയൻ എല്ലാം പോയെങ്കിലും അവരുടെ ദമാം പോയിട്ടില്ല. വൺസ് ദേ ഹാവ് ദിസ് ദമാം, ഓൾ സിദ്ധീസ് വിൽ ബി ജസ്റ്റ് സിദ്ധീസ്. ദേ ടുഗദർ ദേ സ്റ്റാർട്ട് ടു ഡാൻസ്. അപ്പോൾ ഇവരെല്ലാവരും കൂട്ടി നിർത്തുന്ന ഏക ഉപകരണം ഈ ദമാമാണ്. ദമാം ഉപകരണത്തിൻ്റെ പേരും ദമാമാണ്, ആ ഇവൻറ്റിൻ്റെ പേരും ദമാമാണ്. ഇപ്പം ഈ ദമാം അവർ ആചരിക്കുന്നത് അവരുടെ പിതൃ ആരാധനയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനാണ്. അത് വളരെ യുണീക്കായിട്ടുള്ള ഹിരിയാരു വർഷിപ്പ് കർണാടകത്തിലെ ആൾക്കാർ ചെയ്യുന്നുണ്ട്, ബ്രാഹ്മണർ ചെയ്യുന്നുണ്ട്. അത് വേറെ തരത്തിലുള്ള സാധനമാണ്. ഇവരുടെ ഡയറക്റ്റ്ലി കണക്റ്റിംഗ് ടു ബന്ധു ട്രഡീഷൻ. ഇവരുടെ മരിച്ച ആൻസിസ്റ്റേഴ്സ് അവരുടെ ഒപ്പം ജീവിക്കുകയാണ്. നമ്മളിപ്പോൾ ശ്രാദ്ധവും കരുതി വർഷത്തിലൊരിക്കൽ ശ്രാദ്ധം നടത്തുന്നു, ഈ പുത്ത് എന്ന നരകത്തിൽ നിന്നും ത്രാണെന്നും ചെയ്ത് കൊണ്ടുവന്നു രക്ഷപ്പെടുത്തുവാണല്ലോ. അതുകൊണ്ട് നിർത്ത്, അത് മോക്ഷം കൊടുത്ത് നമ്മുടെ പിതൃതർപ്പണം ചെയ്ത് തീർന്നു. പക്ഷേ ഇവരെങ്ങനെയല്ല, ഇവരുടെ മരിച്ച ആൻസിസ്റ്റേഴ്സ്
ഇവരുടെ നിരന്തര സാന്നിധ്യമാണ്. എത്ര പാവപ്പെട്ട വീട്ടിലും ഒരു ഹിരയാരു റൂം കാണും. ആ ഹിരയാരു റൂമിൽ അവരുടെ മരിച്ച ആൻസിസ്റ്റേഴ്സ് ഉണ്ടാവും. അത് 2 തേങ്ങയും അതിന് മുകളിൽ ചെമ്പരത്തിപ്പൂം വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാവും. ഇതൊരു പിന്നെ പാർഷ്യലി അല്ല, ഇതൊരു മുഖ്യമായിട്ടും ഇതൊരു പാഗൻ ആചാരം തന്നെയല്ലേ? പേഗൻ എന്ന് പറയുമ്പോൾ ആ വാക്ക് പ്രോബ്ലമാണ്. ഇത് ക്രിസ്ത്യാനികൾ കോയിൻ ഔട്ട് ചെയ്താണ് നോൺ ക്രിസ്ത്യൻസിനെ വിളിക്കാൻ വേണ്ടിയിട്ട് പേഗൻ എന്ന് പറയുന്ന. പേഗൻ എന്ന് പറയുന്നേക്കാളും പോലെ പ്രീ ക്രിസ്ത്യൻ, അവരുടെ പേഗൻ, യൂറോപ്പിൽ പേഗൻ എന്ന് ഉദ്ദേശിക്കുന്നത് പ്രീ ക്രിസ്ത്യൻ റിലീജിയൻ എല്ലാം പേഗൻ എന്ന് പറയുന്നത്. വൈക്കിങ്സിന് പേഗൻ, അവർ പിന്നെ നോസ്റ്റ് ആളുകൾ പേഗൻ എന്നാണ് വിളിക്കുന്നത്, പിന്നെ മിത്രമതക്കാരെ പേഗൻ എന്നാണ് വിളിക്കുന്നത്, പിന്നെ ഗ്രീക്ക് അപ്പോളോ വർഷിപ്പേഴ്സിനെ, ബാക്കൈസിനെ, ഗ്രീക്കുകാരെല്ലാം പേഗൻ എന്നാണ് വിളിക്കുന്നത്. അതെല്ലാം ഹിന്ദുക്കളും പേഗനാണ്. അപ്പം ഇത് പ്രകൃതി ആരാധനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പിതൃ ആരാധനയാണ്. ഈ പിതൃ ആരാധന ഇന്ത്യയിലുണ്ട്. ഈ ബ്രാഹ്മണിക്കലായിട്ടുള്ള ലെയറിങ്ങും ആചാരങ്ങളും ഇവർ നടത്തുമ്പോൾ തന്നെ ഇവരുടെ ഉള്ളിൽ സിഗ്നിഫിക്കൻ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ പിതൃ ആരാധനയുണ്ട്. ഈ ഒരു വീട്ടിൽ നിരന്തര സാന്നിധ്യമാകുന്ന ഈ പിതൃക്കളുടെ ഒരു ഓറക്കിൾ ഉണ്ടാവും വീട്ടിൽ. കർത്തൻ, മൂത്തയാൾ, അയാളിലൂടെയാണ് ഈ പിതൃക്കൾ സംസാരിക്കുന്നത്. ഇപ്പോൾ ഒരു വീട്ടിലൊരു കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദിസ് പീപ്പിൾ ആർ കൺസൾട്ടിങ്. അപ്പം ഇവരെല്ലാം കൊണ്ട് യോജിപ്പിച്ച് നടത്തുന്ന ഈ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഈ ദമാമിൻ്റെ മ്യൂസിക്കുമാണ്, ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ അത് ഒരു ക്രൂഷ്യലാണ്. ഇത് മ്യൂസിക് അവരെ സംബന്ധിച്ചാലും മ്യൂസിക് ഈസ് സെലിബ്രേഷൻ, music is kind of worship, and at the same time music is a tool of healing. അതോടൊപ്പം തന്നെ മ്യൂസിക് ഈസ് കൈൻഡ് ഓഫ് അവരുടെ പിതൃക്കളോട് സംവദിക്കാനുള്ളൊരു ഉപകരണം കൂടിയാണ്. അപ്പോൾ ഈ ഹിരയാരു വർഷിപ്പ് അവരുടെ ഈ നവംബർ കാലഘട്ടത്തിൽ നടത്തുന്നുണ്ട്. ഈ ഹിരയാരു അവർ രാവിലെ 6 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ പൂജാവിധികൾ ആരംഭിച്ചു കഴിഞ്ഞാൽ പകൽ ഒരു കോഴിയോ ആടിനെ അറുത്ത് അത് പിതൃക്കൾക്ക് കുക്ക് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞ് ഈവനിങ് ആകുമ്പോൾ സ്റ്റാർട്ട് ടു ഹാവ് ദിസ് ദമാം. ഈ ദമാം പിറ്റേ ദിവസം 6 മണിക്ക് അവസാനിക്കുള്ളൂ. നീണ്ട ദമാമാണ്. ഇപ്പോൾ സിനിമയിൽ നമ്മളത് ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഫ്രൻസിയിൽ ഇറ്റ് ഈസ് സ്ലിപ്പ് ഇൻ ടു എ ഷാമാനിക് ട്രാൻസ്. അതിൻ്റെ ഒരു ഹീലിംഗ് എബിലിറ്റി, അതിൻ്റെ ഒരു സ്പിരിച്വൽ എലമെൻ്റ് ഒക്കെ ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ഇവരുടെ ദമാം ഇവർ വേറെ തരത്തിൽ സീക്രട്ടായിട്ടാണ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പെർഫോമറ്റീവ് തലം യജമാനന്മാർ ആസ്വദിക്കുന്നുണ്ട്. ഇപ്പം ഈ സിദ്ധികളെ വെറും ഇവർ ഈ യജമാനന്മാർ വാങ്ങിയ ശേഷം ഇന്ത്യയിൽ സമർത്ഥമായി സെക്ഷൽ ഒബ്ജക്റ്റ് എന്നുള്ള രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഹാർഡ് ലേബർ അല്ലാതെ തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ട്രഡീഷണലി പലതരത്തിലും ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്തിടയ്ക്കുണ്ടായ ജനറ്റിക് പഠനം എല്ലാപ്പൂർ ഏരിയയിലുള്ള സിദ്ധികളുടെ ജനറ്റിക് കമ്പോസിഷൻ എന്ന് പറയുന്നത് 46% ഈസ് സെയിം ആസ് ദ ഹവ്യക് ബ്രാഹ്മിൻസ് ദർ. സോ ദീസ് പീപ്പിൾ ആർ abundantly used as a sexual object. അത് വേറൊരു കാര്യമുണ്ട്. ഇവർ വേറെ തരത്തിലുള്ള ഈ ഒരു രക്തബന്ധ കണക്ഷൻ കൂടി ഈ എൻസ്ലേവ്മെൻറ്റിൻ്റെ മറ്റൊരു കമ്പോണൻ്റാണ്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞു വന്നതിലേക്ക് തന്നെ അറിയാം, ഈ ദമാം എന്ന് പറയുന്നത് ഒരു ക്രൂഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ്, ഈവൻ്റ് ആണ്. ഇവരെ ഹിന്ദു ക്രിസ്ത്യൻ സിദ്ധികളെല്ലാം യുണൈറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ അവിടെ ഈ യെല്ലാപ്പൂരിനടുത്ത് ഒരു വനത്തിൻ്റെ ഉള്ളിൽ ഒരു ടെമ്പിളുണ്ട്, സിദ്ധിനാസ് എന്ന് പറയുന്ന ടെമ്പിൾ. അത് ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുപോകുന്ന ഒരു കല്ലാണ് എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ എല്ലാ വർഷവും ഏപ്രിൽ 4th 5th ആ കാലത്തിൽ ഒരു വലിയ ഉത്സവം നടക്കുന്നുണ്ട്. ആ ഉത്സവത്തിന് സകല സിദ്ധികളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അടക്കമുള്ളവർ വരികയും അവരിതുപോലെ ആയിരക്കണക്കിന് കോഴികളൊക്കെ ആയിട്ട് വരുന്നത്. കോഴികൾ അവിടെ ഞാനത് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ സിനിമയിൽ അത് കാണിക്കാൻ പറ്റില്ല. ആടിനെയൊക്കെ വെട്ടിയിട്ട് കുക്ക് ചെയ്ത് അതും ഈ പിതൃക്കൾ കൊടുക്കും, സിദ്ധിനാസിന് ഫീഡ് ചെയ്യും. പിന്നെ നേരം വെളുക്കുന്നവരെ ദമാം ജോയിൻ്റ് ആണ് നടക്കുന്നത്. അവരെ ഇത് ചെയ്യുന്ന ഈ ഒന്നുണ്ട്. പക്ഷേ ഈ അടുത്തിടയ്ക്ക് 1980s 90s വരെ ഇവർ തമ്മിൽ ഇൻ്റർ മാരേജൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു. ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കളായുള്ള പല സിദ്ധി സുഹൃത്തുക്കളുടെയും അമ്മ ക്രിസ്ത്യനും അമ്മയുടെ അനിയത്തി ഹിന്ദുവും വേറൊരു അനിയത്തി മുസ്ലിമും ഒക്കെ കല്യാണം കഴിച്ച അതൊക്കെ അങ്ങനെയാണ്. പക്ഷേ ഈ ഇടയ്ക്ക് വേറൊരു ഇത് വന്നിട്ടുണ്ട്. അവിടെ ഈ ക്രിസ്ത്യാനികൾ കൂടുതലും ഈ ദമാമിനെ അത്ര പ്രോത്സാഹിപ്പിക്കുന്നില്ല, ഹിരയാരു വർഷിപ്പിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അപ്പോൾ അത് പെയ്ഗനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ആദ്യം പറഞ്ഞത് ഇവരത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. മുസ്ലിങ്ങൾ ഷിർക്കാണ്, സമ്മതിക്കില്ല. അപ്പം അവിടെ കണ്ടൽഗരി എന്ന് പറയുന്ന സ്ഥലത്ത് ഫക്കീർ സാബ് എന്ന് പറയുന്ന ഒരു ദമാം
ഒരു സിദ്ധി നേതാവുണ്ട്. അപ്പോൾ പുള്ളി നമ്മുടെ സിനിമയിൽ അപ്പിയർ ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ ദർഗയുണ്ട്. ആ ദർഗയിൽ അടക്കിയിരിക്കുന്നത് ഒരു സിദ്ധി സൂഫിയാണ്. അപ്പം അദ്ദേഹം ഈ പുറമെ ഇമാമാണ് ഒക്കെ ആണെങ്കിൽ പോലും ഈ ഹിരയാരു വർഷപ്പിൻ്റെ സമയത്ത് വീടിൻ്റെ പുറത്ത് ഹിരയാരു റൂമില്ല, മുസ്ലിം റൂം വീടായതുകൊണ്ട് കരിമ്പിൻ്റെ കാടിൻ്റെ ഉള്ളിൽ പോയിട്ട് കോഴിയെ വെട്ടിയിട്ട് സിദ്ധിനാസിന് നേർച്ച നടത്തണം. അത് രഹസ്യമായിട്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഈ 90s കഴിഞ്ഞിട്ട് ഒരു വേറെ തരത്തിലെ മൂവ്മെൻറ്റ് എമംഗ് ദ മുസ്ലിം സിദ്ധീസ് ഉണ്ടായിട്ടുണ്ട്. ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് വൺ ഓഫ് ദ സിദ്ധി വെൻ ടു സൗദി അറേബ്യ ആൻഡ് ഹി ഗെറ്റ് കൈൻഡ് ഓഫ് സം ഫണ്ടിങ്. ഹി കം ബാക്ക് ആൻഡ് സ്റ്റാർട്ട് എ മസ്ജിദ്. അതോടൊപ്പം തന്നെ പുള്ളിക്കാരൻ സ്റ്റാർട്ട് ചെയ്തൊരു എന്താ പറയുന്നത് ഈ അനാഥ പിള്ളേരെ സംരക്ഷിക്കുന്ന യത്തീംഖാന, അത് ഹലിയാലിലുണ്ട്. അത് പുള്ളി വളരെ പ്രോമിനൻറ്റ് ലീഡറാണ്. നായിക്ക് എന്നൊരു പേര്, സിദ്ധി എന്നുള്ള പേര് നായിക്ക് എന്നൊക്കെ പുള്ളി ലാസ്റ്റ് നെയിം ആക്കിയിട്ടുണ്ട്. പുള്ളിയുടെ വൈഫ് ഫോർമർ ഹിന്ദുവാണ്, ഹിന്ദു സിദ്ധി തന്നെ. അപ്പം ഞാൻ പുള്ളിയുടെ വീട്ടിലൊക്കെ വിടും. പുള്ളി അടുത്തിടയ്ക്ക് മരിച്ചുപോയി. ആ മൂമെൻ്റൊക്കെ ആയപ്പോൾ പുറത്തേക്കൊരു വേൾഡ് തുറന്നു കിട്ടുന്നു മുസ്ലിം സിദ്ധികൾക്ക്. അപ്പം വിവിധ തരത്തിലുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നു. ഭഗവതിയിൽ ഒരു ഗ്രൂപ്പ് തബ്ലീഗി മുസ്ലിങ്ങൾ, ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ തന്നെ സിദ്ധി തബ്ലീഗി മുസ്ലിങ്ങളുണ്ട്. വളരെ രസമുള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ ഈ തരത്തിലുള്ള ഇപ്പോൾ പുറമേ ഇസ്ലാമിലുള്ള എല്ലാ തരത്തിലുള്ള ധാരകളും വഹാബി ധാരകളും എല്ലാം ഇതിനകത്ത് ഉണ്ടാകുന്നുണ്ട്. അവർ കൂടുതൽ ഈ ജനതയുടെ മേൽ പിടിമുറുക്കാൻ തുടങ്ങുകയും അവരെ റെസ്ട്രിക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ശബനം എന്ന് പറയുന്ന ഒരു മുഹമ്മദ് സാഹിബ് എന്നൊരു മറ്റൊരു മുസ്ലിം, അതുകൊണ്ട് അയാൾ മരിച്ചുപോയി ഇടയ്ക്ക്. അയാളുടെ മരുമകളാണ്, മകൻ കല്യാണം കഴിച്ചിരിക്കുന്നത് നാഗവേണി എന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ നാഗവേണി സിദ്ധി ഹിന്ദു ആയിട്ടാണ് ജനിച്ചതും വളർന്നതും ഇന്നാൾ വരെ. അപ്പോൾ അവൾ ഇയാൾ കല്യാണം കഴിച്ചപ്പോൾ അവൾ ചേഞ്ച് ചെയ്ത് ശബനം എന്നാക്കി. പക്ഷേ ആ തരത്തിലുള്ള കൺവേർഷൻസ് ഒഫീഷ്യൽ കൺവേർഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവാറുണ്ടായിരുന്നു. പക്ഷേ ഈ ഇടയ്ക്ക് ആ മൊബിലിറ്റി കുറയുകയും ഈ സിദ്ധിനാഥ് ടെമ്പിളിലെ ഈ ഏപ്രിൽ 4 ഈ മീറ്റിങ്ങിന്, ഈ പറഞ്ഞ ഉത്സവത്തിന് മറ്റുള്ള പ്രത്യേകിച്ച് മുസ്ലിം സിദ്ധികൾ കൂടുതൽ പബ്ലിക്കായി പങ്കെടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. ആ ഡിവിഷൻ വളരെ വലുതാണ്. ആ ഡിവിഷനിലേക്ക് വരാൻ വേറൊരു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന വനവാസി കല്യാണിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ഹിന്ദു സിദ്ധികളുടെ മേൽ അവരുടെ ഇടയിലും വളരെ ശക്തമായ വർക്കുകൾ നടക്കുന്നുണ്ട്. ആ വർക്കുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു നെഗറ്റീവായ രീതിയിൽ എനിക്ക് പറയാൻ പറ്റില്ല, ഒരു എംപവർമെൻറ്റ് മൂവ്മെൻറ്റ് തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അവരെ കൂടുതൽ മറ്റുള്ള തദ്ദേശീയരായ ആൾക്കാർ ഇന്ത്യൻസ് എന്നാണ് അവർ മറ്റുള്ള വിളിക്കുന്നത്. എപ്പോഴും ദിസ് പീപ്പിൾ ആർ ഇന്ത്യൻ ബട്ട് സ്റ്റിൽ ഇപ്പോൾ ഹലിയാൽ താലൂക്കിൻ്റെ പുറത്ത് പോയി കഴിഞ്ഞാൽ ദിസ് പീപ്പിൾ ആർ യു ഫ്രം നൈജീരിയ, ആഫ്രിക്ക എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ആ ഐഡൻറ്റിറ്റി ക്രൈസിസ് അവർ പേറുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെയൊരു സാധനം വരുന്നത്. അപ്പം ഈ ഡിവിഷൻ ഗെറ്റിംഗ് എക്സാക്സർബേറ്റഡ്. പക്ഷേ വളരെ പുതിയ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സിദ്ധി യങ് ലീഡേഴ്സ് ലൈക്ക് മോഹൻ സിദ്ധി, ജയറാം സിദ്ധി ഈസ് എ ലോയർ, അങ്ങനെയുള്ള കുറച്ച് വിരലെണ്ണാവുന്ന ഇപ്പോൾ ശാന്തറാം സിദ്ധിനെ പോലുള്ള ആളുകൾ വീണ്ടും യോജിപ്പിച്ച് യുണൈറ്റ് ചെയ്ത് നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം ഈ സിദ്ധി പ്രത്യേകിച്ച് എല്ലാപ്പൂർ ബേസ്ഡ് ആയിട്ടുള്ള ഈ സിദ്ധി ഗ്രൂപ്പ്, പ്രത്യേകിച്ച് ഹിന്ദു സിദ്ധി ഗ്രൂപ്പ് യുണീക്ക് ഇൻ ദ വേൾഡ്. ആഫ്രിക്കൻ ഡയസ്പോറയിൽ നേറ്റീവായിട്ട് ഇപ്പോൾ കൺവേർട്ടഡ് ഹിന്ദു അല്ലാത്ത ഹിന്ദു ഗ്രൂപ്പ് ഈ ഒരു ഗ്രൂപ്പേ ഉള്ളൂ. ഗുജറാത്തിലെയും സിന്ധിലെയും ബംഗ്ലാദേശിലൊക്കെ മുസ്ലിം സിദ്ധികളാണ്. അപ്പോൾ ഇവരുടെ സവിശേഷത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ കൊളോണിയൽ സ്ലേവറിയിൽ നിന്ന് മോചിതരായ ശേഷം വളരെ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള മിലീനിയം ഓൾഡ് ആയിട്ടുള്ള നമ്മുടെ സോക്കോൾഡ് വളരെ പെർവസീവായിട്ട് ടൂൾ ഓഫ് ഒപ്രഷനായ കാസ്റ്റ് സിസ്റ്റത്തിലേക്ക് സംവാട്ട് റീഇൻസ്ലേവ്ഡ്. ആ പ്രോസസ്സ് നടക്കുന്നത് ഈ ആരാധനക്രമങ്ങളിലൂടെ റിച്ചിലൂടെയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള ഈ സിനിമയുടെ ആ ആസ്പെക്റ്റിന് ഞാൻ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ അവിടെ സ്വാഭാവികമായിട്ടും ചോദിക്കാവുന്നൊരു ചോദ്യം, ഇത് ശരിക്കും ഒരു ആന്ത്രോപോളജി അല്ലെങ്കിൽ നമ്മൾ പറയുന്ന എത്നിക്കായിട്ടുള്ള സോഷ്യോളജിക്കലായിട്ടുള്ള ഒരുപാട് ആസ്പെക്ട്സ് ഉള്ള ഒരു ഗവേഷണ വിഷയവും കൂടിയാണ് ഈ പറഞ്ഞ സിദ്ധികളുടെ സംഗതികൾ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ശരിക്കും ഇതൊരു ഡോക്യുമെൻ്ററി എന്നുള്ള രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാവുന്ന ഒരു സാധ്യതയുള്ള സമയത്ത് ഇതൊരു ഫീച്ചർ ഫിലിമായി മാറുന്നത് എങ്ങനെയാണ് അത് ജയൻ ചെറിയാൻ അതിനെ മാറ്റുന്നത്? ഇതൊരു ഡോക്യുമെൻ്ററി സബ്ജക്റ്റാണ്. ഇതിനെക്കുറിച്ച് ചെറിയ ഡോക്യുമെൻ്ററി ഒക്കെ ഒരു ചെറിയ ഡോക്യുമെൻ്ററി നാഷണൽ ജിയോഗ്രഫി ചെയ്തിട്ടുണ്ട് സിദ്ധികളെക്കുറിച്ച്. ഡോക്യുമെൻ്ററികൾ അത്ര എക്സ്റ്റൻസീവായിട്ട് ഡോക്യുമെൻ്ററി ഇല്ല.
ഞാനത് എന്തുകൊണ്ട് ഡോക്യുമെൻ്ററി ആക്കിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്യുമെൻ്ററി വിൽ ബി ലൈക്ക് വേറെ തരത്തിൽ ഡ്രൈ ടോക്കിംഗ് ഹെഡ് ആവും. പക്ഷേ ഈ സിനിമയിൽ എക്സ്പ്ലോർ ചെയ്യുന്ന ഇവരുടെ ഒരു ഓറൽ ട്രഡീഷനും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ സമൂഹത്തിന് മാത്രം അവരുടെ തലയിൽ അവരുടെ ഇമാജിനേഷനിൽ മാത്രമുള്ള ധാരാളം ലെജൻഡുകളും മിത്തുകളും ഉണ്ട്. ഇപ്പോൾ ബ്ലാക്ക് പാന്തർ മിത്ത് ഇതിൻ്റെ അത് സജീവമായിട്ട് വരുന്നുണ്ട്. അതോടൊപ്പം ഗജവീര സിദ്ധി എന്ന് പറയുന്ന അവരുടെ ലെജൻഡറി ഒരു സിദ്ധി വാരിയർ, ഹി വാസ് കൈൻഡ് ഓഫ് കിറ്റൂർ റാണിയുടെ സേനാധിപനായ സംഗോളി രായണ്ണൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനും അയാളുടെ ഒരു ആർമി ചീഫും ആയിരുന്നു. അയാളെക്കുറിച്ച് പലതരത്തിലുള്ള കഥകളുണ്ട്. അയാൾ കിറ്റൂർ റാണിയെ ബ്രിട്ടീഷുകാർ പിടിക്കുകയും ജയിലിടുകയും അവർ മരിച്ചു പോവുകയും ചെയ്തല്ലോ. ഡിഫീറ്റഡ് കിറ്റൂർ കലാപം എന്നാണ് അവർ പറയുന്നത്, കിറ്റൂർ വാർ എന്നാണ് അവർ പറയുന്നത്. അപ്പം ഇയാളെക്കുറിച്ച് പല കഥകളുണ്ട്. ഇയാളെ പോർച്ചുഗീസുകാർ കാർവാർ തീരത്ത് കത്തിച്ചു കൊന്നു എന്നുള്ള കഥയുണ്ട്. വേറെ കഥ ഇയാളെ ബ്രാഹ്മണരെ പിടിച്ചിട്ട് ഇയാളെ ഈ കാട്ടിൻ്റെ ഉള്ളിൽ വള്ളി കൊണ്ട് കെട്ടി മൃഗങ്ങൾക്ക് തിന്നാനായിട്ട് കൊടുത്തു. അങ്ങനെ പാന്തർ വന്ന് പുള്ളിനെ തിന്നു എന്നുള്ള മിത്തുണ്ട്. ഇത് കൂടാതെ വേറൊരു മിത്ത്, പുള്ളിനെ സെല്ലുലാർ ജയിലിൽ ആൻഡമാനിലേക്ക് കൊണ്ടുപോയിരുന്നു. ആൻഡമാനിൽ നിന്ന് രാത്രി പുള്ളി നീന്തി എല്ലാപുരത്തെയും എല്ലാപുരിലെ ടൗണിൽ എത്തിയാൽ അദ്ദേഹത്തെ അവിടെ വെച്ച് തല്ലിക്കൊല്ലുകയും അവിടെ ഇപ്പോൾ ഒരു കന്യാമാതാവിൻ്റെ ഗ്രോട്ടോ ഉണ്ട്, ആ ഗ്രോട്ടോയുടെ അടിയിലാണ് ഇയാൾ അടക്കിയിരിക്കുന്നത് എന്നൊക്കെ പറയുന്ന കഥകളുണ്ട്. അപ്പം ഇങ്ങനെ ഞാൻ ഓരോരുത്തരും പോയിട്ട് ഈ കഥകൾ ഡോക്യുമെൻ്ററിയിലേക്ക് പറയും. ഇത്തരത്തിലുള്ള ആ ജനതയുടെ കളക്റ്റീവ് ഇമാജിനേഷനിലേക്ക് കടക്കാൻ എനിക്ക് ഫിക്ഷൻ അല്ലാതെ തരവില്ല. പക്ഷേ ഞാൻ എൻ്റെ ചോദ്യം അതുകൊണ്ടാണ് ഫിക്ഷൻ. ഈ ഒരു ഫിക്ഷൻ ത്രെഡ് ഉണ്ടല്ലോ, അതായത് നമ്മളിപ്പം ഒരു ലൈൻ വേണമല്ലോ. കാരണം വെച്ചാൽ അത് ഇതിപ്പോൾ ഡോക്യുമെൻ്ററി സിറ്റുവേഷൻ അതിനൊരു ഫിക്ഷൻ സിറ്റുവേഷനിലേക്ക് എങ്ങനെയാണ് കൊണ്ടുവരാൻ പറ്റുക? അത് ഈ അതിൻ്റെ നറേറ്റീവ് ഞാൻ ആദ്യം എൻ്റെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഓരോ വീഡിയോയിലൊക്കെ ചെല്ലുമ്പോൾ അവിടുത്തെ എൽഡേഴ്സിനെ ആയിട്ട് സംസാരിക്കും. ഇപ്പം എനിക്ക് കൊങ്കണി ഡയലക്റ്റ് ആദ്യം ഒട്ടും മനസ്സിലാവില്ലായിരുന്നു. പിന്നെ അതെല്ലാം ഞാൻ റെക്കോർഡ് ചെയ്യും. അപ്പോൾ എൻ്റെ കൂട്ടുകാരെ ഇംഗ്ലീഷ് അറിയാവുന്ന മോഹൻ സിദ്ധി, ജയറാം സിദ്ധി, അങ്ങനെ ഒത്തിരി ആളുകളുണ്ട്. അവരുടെ അടുത്ത് അവർ ട്രാൻസ്ക്രൈബ് ചെയ്തിട്ട് അത് നമ്മൾ ആദ്യം പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവരുടെ ഈ കഥകൾ ഞാനിങ്ങനെ കളക്ട് ചെയ്യും. ആ ഇൻ്റർവ്യൂവിൽ നിന്ന് ഈ ഇത് ഡെവലപ്പ് ചെയ്ത് പിന്നെ എൻ്റെ ഫിലിം മേക്കിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു ചരിത്രഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ ഡോക്യുമെൻ്ററി സബ്ജക്റ്റുകളെ ഫിക്ഷണൽ സ്പേസിൽ മേയാൻ വിടുക എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ ട്രെയിൻ ചെയ്യപ്പെട്ടത്. പിന്നെ അതിനുള്ള വർക്കുകൾക്കുള്ള ആന്ത്രോപോളജിക്കൽ എലമെൻറ്റ്, എത്നോഗ്രാഫിക് എലമെൻറ്റ് വാസ് ഓൾവേസ് ദെയർ. അപ്പം ഇപ്പോൾ കൂടാതെ നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചത് അങ്ങനെയാണ് ബുദ്ധയിൽ. അതോടൊപ്പം തന്നെ ആ സിനിമയിലെ സന്ദർഭങ്ങൾ, പപ്പീലെ ബുദ്ധയിലെ സിനിമയിലെ സന്ദർഭങ്ങളൊക്കെ ഈ തത്വണ്ണൻ DHRM എന്ന് പറയുന്ന ഓർഗനൈസേഷൻ നമ്മുടെ കേരളത്തിലെ പോലീസും മറ്റ് പൊളിറ്റിക്കൽ പാർട്ടികളൊക്കെ അവരിൽ ഇൻഫ്ലിക്റ്റ് ചെയ്ത സംഭവങ്ങളാണ്. ഈ സംഭവങ്ങളുടെ ഈ പശ്ചാത്തലത്തിൽ പിന്നെ കേരളത്തിൻ്റെ ലാൻഡ് സ്ട്രഗിളിൻ്റെ പശ്ചാത്തലം, മേപ്പാടിയിലെ സമരം, അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ലാഹോഗോപാലിൻ്റെ സമരം, അതോടൊപ്പം തന്നെ അരിപ്പയിലേക്ക് നീങ്ങിയ സമരം, ഈ സമരങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിലേക്ക് അതൊരു ഹിസ്റ്റോറിക്കൽ ഇവൻറ്റിലേക്ക് നമ്മൾ വിശദാംശങ്ങളിൽ ഫിക്ഷണലായ ഒരു നറേറ്റീവ് സൂപ്പർഇമ്പോസ് ചെയ്ത് ഇതേ സെയിം സ്ട്രാറ്റജി തന്നെയാണ് ഈ പോസ്റ്റ് കിസ് ഓഫ് ലവ് പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായിട്ട് LGBTQI ആക്ടിവിസ്റ്റ് സിനിമ എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന കവേർഡ് എസ്കേപ്പ് ഉണ്ടാകുന്നത്. അപ്പം എൻ്റെ എല്ലാ വർക്കുകളിലും ഞാനതാണ് അവലംബിക്കുന്നത്. അതാണ് ഈ ബ്ലറിങ് ദ ജൻറ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പം എന്ത് ഡോക്യുമെൻ്ററി എടുത്താലും വൺസ് ഡോക്യുമെൻ്ററിയൻ ഈസ് ഒരു റിയാലിറ്റി നമുക്ക് ആവിഷ്കരിക്കാൻ കഴിയില്ല സിനിമയെ സംബന്ധിച്ചിടത്തോളം. വൺസ് വി സ്റ്റാർട്ട് ടു ഷൂട്ട് ദ പീപ്പിൾ ആൻഡ് ടേക്ക് ദ ഫുട്ടേജ് ആൻഡ് സ്റ്റാർട്ട് ടു ജക്സ്റ്റപ്പോസ് വിത്ത് ഇമേജസ് ആൻഡ് ക്രിയേറ്റിംഗ് ന്യൂ മീനിങ്, അത് ഫിക്ഷനായി കഴിയും. പിന്നെ ഹിസ്റ്ററിക്കലി എല്ലാം സംഭവിക്കുന്നത് നമ്മൾ വൺസ് യു സ്റ്റാർട്ട് ടു ഡോക്യുമെൻ്റ് അതെൻ്റെ സ്റ്റോറിയായി മാറുന്നു, അവരുടെ സ്റ്റോറി അല്ല. എനിക്ക് ക്ലെയിം ചെയ്യാൻ ഒതൻറ്റിസിറ്റി ആൻഡ് ഓതർഷിപ്പ് എന്ന ഇഷ്യൂ ഭീകരമായ ഇഷ്യൂ ആണ്. ഫിക്ഷൻ ആണെങ്കിൽ ഇറ്റ് ഈസ് മൈ സ്റ്റോറി, റെപ്രസെൻറ്റേഷൻ ഓഫ് യുവർ റിയാലിറ്റി ഇൻ മൈ വേർഷൻ. അതോടൊപ്പം തന്നെ എൻ്റെ സ്റ്റോറി കൂടിയാവുന്നു. ഈ ഫിക്ഷൻ ആകുമ്പോൾ ഇറ്റ് ഈസ് ആ സ്റ്റോറി ഇതിൻ്റെ ഒരു എലമെന്റ്. ഡോക്യു ഫിക്ഷൻ അതുമല്ല, ഡോക്യു ഫിക്ഷൻ അല്ല, ഇത് പ്യുവർ ഫിക്ഷണലാണ്. പക്ഷേ ബേസ്ഡ് ഇൻ ദിസ് പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി റിയൽ ക്യാരക്ടേഴ്സ് ഞാൻ ഇൻട്രാക്ട് ചെയ്യുന്ന. അപ്പോൾ ഇതിൻ്റെ സെൻട്രൽ ആയിട്ടുള്ള ക്യാരക്ടർ ജയറാം സിദ്ധി എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ്. അതിൽ ചിന്മയ സിദ്ധി എന്നൊരു ബാലനാണ് അഭിനയിക്കുന്നത്. അവനെ ഞാൻ കാണുമ്പോൾ ഞാൻ അവൻ്റെ വീട്ടിൽ വിസിറ്റ് ചെയ്യുമ്പോൾ 6 വയസ്സാണ്.
ഇപ്പം എൻ്റെ അവൻ്റെ ഫോട്ടോ അന്നത്തെ ഉണ്ട്. അപ്പോൾ അത് ഈ സിനിമയോടൊപ്പം സിനിമയുടെ സ്ക്രിപ്റ്റിനോടൊപ്പം അവൻ വളരെ ചെയ്യുന്നു. ഇപ്പം ഇതിൽ ഗണപതി സിദ്ധി എന്ന് പറയുന്ന അത് ഒരു ക്യാരക്ടർ, ഭാസ്കര സിദ്ധി എന്ന് പറയുന്ന ക്യാരക്ടർ, യശോദ സിദ്ധി എന്ന് പറയുന്ന ക്യാരക്ടർ, അനുസൂയ സിദ്ധി എന്ന് പറയുന്ന ക്യാരക്ടർ. അനുസൂയ സിദ്ധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോറൻസ് സിദ്ധിയുടെ ഭാര്യയായ റിയൽ അനുസൂയുണ്ട്. ഈ അനുസൂയയുടെ വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. അപ്പോൾ ഇവരിൽ നിന്നൊക്കെ ഇൻസ്പയർ ചെയ്ത് ഈ കഥാപാത്രങ്ങൾ ഉണ്ടാക്കാം. അപ്പം എൻ്റെ ചുറ്റുപാട് ഞാൻ ഇൻട്രാക്ട് ചെയ്ത മനുഷ്യരാണ്. ഈ ചിന്മയ സിദ്ധി എന്ന് പറഞ്ഞ ബാലനെ ഞാൻ 6 വയസ്സിൽ പരിചയപ്പെടുന്നു. ഞാൻ ഷൂട്ട് ചെയ്യുന്ന അവന് 12 വയസ്സായപ്പോഴാണ്. ഇപ്പോൾ അവന് 13 വയസ്സായി. അവൻ്റെ സ്വരമൊക്കെ മാറി തുടങ്ങി, ടോട്ടലി ഡിഫറെൻ്റ്, അവൻ വലുതായി. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് അവനിലൂടെ വളരെയായിരുന്നു. അപ്പോൾ അവരുടെ ചുറ്റുമുള്ള കഥാപാത്രങ്ങളും അങ്ങനെയാണ് വളരുന്നത്. അപ്പം ഈ ഫിക്ഷൻ എന്ന് പറയുന്നത് അത് എൻ്റെ സ്റ്റോറി കൂടിയാണ്. ഒരു ആസ് എ ഡിസ്പ്ലേസ്ഡ് ഡയസ്പോറ പേഴ്സൺ ലിവിങ് ഇൻ, ഞാൻ 88 മുതൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സമയത്ത് ന്യൂയോർക്കിൽ ഒരു ആക്സെൻറ്റഡ് മനുഷ്യൻ, കവിയാണെന്ന് അവകാശപ്പെടുന്നവൻ, റോഡിൽ വിളിച്ചു നിർത്തി ആരൊക്കെ ഞാൻ എന്തെങ്കിലും കവിത എഴുതിയാൽ അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാൻ പോലും എനിക്ക് ആദ്യകാലത്ത് കെൽപ്പിലായിരുന്നു. പിന്നീട് അങ്ങനെ ഒരു കെൽപ്പ് ഉണ്ടായ സമയത്ത് ഞാൻ മലയാളത്തിൽ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും ട്രാൻസ്ലേറ്റബിളും അല്ല എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ക്യാമറ എടുക്കാൻ അണ്ടർ ഗ്രാജുവേറ്റ് പഠിച്ചിരുന്ന കാലത്ത് സിനിമയിലേക്ക് തിരിയാനും കാരണം ആദ്യത്തെ സിനിമകളെല്ലാം ഈ കവിതയെ വിഷ്വലൈസ് ചെയ്തുകൊണ്ടുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫിക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഐ ആം മേക്കിംഗ് എ ഫിക്ഷൻ, പക്ഷേ rooted in reality, but that is not authentic representation of that people. That is my story, and I am also inserting myself there. അത് അവരുടെ സ്റ്റോറി പറയുന്നതോടൊപ്പം തന്നെ എൻ്റെ സ്റ്റോറി കൂടി ആവുന്നു. പക്ഷേ നെവർ റിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദെയർ റിയാലിറ്റി. ദിസ് ഈസ് മൈ വേർഷൻ ഓഫ് ദെയർ റിയാലിറ്റി. എൻ്റെ ജീവിതവുമായി കെട്ടുപിണഞ്ഞ് നടക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അങ്ങനെയാണ് മറ്റേ ഈ എത്നോഗ്രാഫിയുടെ ചതിക്കുഴിയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ കഴിയും. ഞാനൊരു അവരെ സംബന്ധിച്ചിടത്തോളം ഐ എം എ പ്രിവിലേജ്ഡ് എലീറ്റ് ഫിലിം മേക്കർ, കൈൻഡ് ഓഫ് ട്രാവലിംഗ് ഇൻ്റർനാഷണൽ, ട്രെയിൻഡ് ഇൻ്റർനാഷണൽ, ആൻഡ് ഗോ ആൻഡ് ടേക്ക് ദിസ് പീപ്പിൾ ഡോക്യുമെൻ്ററി. ഇറ്റ് ഈസ് റിയലി ഒരു കൾച്ചറൽ പാതകമാണ് അത് റിയലി. എന്നിട്ട് പറയാണ് ഇതാണ് ദെയർ ലൈഫ് എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിലൊരു ഒരു അൺഎത്തിക്കൽ ഇതുണ്ട്. അതിൽ നിന്ന് ചിലപ്പോൾ രക്ഷപ്പെടാനായിരിക്കും ഞാൻ ഈ ജെൻഡർ അല്ലെങ്കിൽ മേർജിങ് കൊണ്ടുവരുന്നത്. അങ്ങനെ ആയിരിക്കാം മനസ്സിൽ ഞാനിപ്പോൾ ഒന്ന് ചിന്തിക്കും. ഇപ്പോൾ സജീവ് പറഞ്ഞപ്പോഴാണ് എനിക്കത് ചിന്തിക്കാൻ തോന്നിയത്. അതായിരിക്കാം. അതിൽ നിന്ന് രക്ഷപ്പെടാനാണോ എന്നെനിക്കറിയില്ല. പക്ഷേ സംവാട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഈ ഡിസ്പ്ലേസ്മെൻ്റ് എന്നുള്ളത്. പക്ഷേ ഈ സിനിമയിൽ ആത്യന്തികമായി എനിക്ക് പറയാൻ കഴിയുന്നത് ഇവരുടെ ഈ ഡോക്യുമെൻ്ററിയിൽ ഇവർ പറയുന്ന കാര്യങ്ങളിലൂടെ എനിക്ക് ഇവരുടെ പഴയ കാര്യങ്ങൾ പറയാൻ പറ്റില്ല. അപ്പോൾ അതിന് ചില ടൂൾസ് എനിക്ക് ഫിക്ഷനാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഇൻ്റർജനറേഷണൽ ട്രോമ എങ്ങനെ ക്യാച്ച് ചെയ്യും, ഈ പഴയ കാലത്തെ ഈ സ്ലേവ് ഷിപ്പും സ്ലേവറിയും ഒക്കെ എങ്ങനെ കാണിക്കാൻ കഴിയും, അത് ഇതിലെ സെൻട്രൽ ക്യാരക്ടറായ പയ്യന് ഉണ്ടാകുന്ന ഒരു സൈക്കാട്രിക് പ്രോബ്ലവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് അവൻ ഇമേജസ് കാണാൻ തുടങ്ങും. ഈ ഇമേജസ് കാണാൻ തുടങ്ങുകയും അത് അവൻ ആദ്യം അവൻ്റെ മരിച്ച ഗ്രാൻഡ് ഫാദറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു മാജിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചിട്ട് ആരോ അവനോ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു, അവൻ്റെ അങ്കിള് പറഞ്ഞു കൊടുക്കുന്നു, ഇതുപയോഗിച്ച് ആൻസിസ്റ്റേഴ്സുമായിട്ട് സംസാരിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ട്രഡീഷണൽ ആയിട്ടൊരു മാന്ത്രിക കൽപ്പനയാണ്. അത് ഇവിടെയുള്ള ഇപ്പോൾ ജമൈക്കയിലുള്ള, ഹെയ്റ്റിയിലുള്ള, ലോകത്താകമാനമുള്ള, ഇപ്പോൾ ആഫ്രിക്കയിൽ തന്നെയുള്ള ഈ ട്രൈബ് സമൂഹങ്ങളിലൊക്കെ ഈ ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പരേതാത്മാക്കളുമായി സംസാരിക്കുന്ന, ആൻസിസ്റ്റേഴ്സുമായിട്ട് അനദർ റെലത്തിൽ പോയി സംസാരിക്കുന്ന പദ്ധതികളൊക്കെ ലോകത്താകാനുമുള്ള ആഫ്രിക്കൻ ഡയസ്പോറകളിൽ നിലനിൽക്കുന്നുണ്ട്. ഇവരുടെ ഇടയിൽ അതൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ടൂളായി ഉപയോഗിച്ചുകൊണ്ട് കാലത്തിലൂടെ മുന്നോട്ട് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. അതുകൂടാതെ വളരെ 1980കളിൽ ഒത്തിരിയധികം ഡിസ്കസ് ചെയ്യപ്പെട്ട, 90കളിൽ പ്രോമിനൻ്റായി ഡിസ്കസ് ചെയ്യപ്പെട്ട ഒരു ആഫ്രിക്കൻ അമേരിക്കൻ സൈക്കാട്രിസ്റ്റ് ഉണ്ട്, ഡോക്ടർ ജോയ് ഡ്രൂ എന്നാണ് പറയുന്നത്, ഡ്രൂ എന്ന് പറയുന്നത്, ജോയ് ഡ്രൂ എന്ന് പറയും. അവരുടെ ഒരു പ്രശസ്തമായ ഡയഗ്നോസിസ് ഉണ്ട്, പോസ്റ്റ് ട്രോമാറ്റിക് സ്ലേവ് ഡിസോർഡർ. അത് ഇന്ന് അമേരിക്കയിലെ ജയിലുകളിൽ എൻകാർസറേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആളുകളിൽ 70% ആഫ്രിക്കൻ അമേരിക്കൻ യൂത്ത്സാണ്. വൈ ദിസ് പീപ്പിൾ ആർ എൻഡ് അപ്പ് ഇൻ ജയിൽ? അതിനെക്കുറിച്ചുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട് ആഫ്രിക്കൻ യൂത്തിൻ്റെ ഇടയിലുള്ള പഠനങ്ങളിൽ നിന്ന് അവർ കണ്ടെത്തുന്നത്
these people are actually in a condition which is a psychiatric condition, that is post-traumatic slave disorder. ഈ ഇതിന് കുറേ സിംറ്റംസ് അവർ അദ്ദേഹം പറയുന്നത്. അപ്പം ഗൂഗിൾ ചെയ്താൽ കാണാൻ കഴിയും പോസ്റ്റ് ട്രോമാറ്റിക് സ്ലേവ് സിൻഡ്രോം എന്ന് പറയുന്നൊരു പുസ്തകം തന്നെ ഡോക്ടർ ചോയ് എഴുതിയിട്ടുണ്ട്. അപ്പം ആ എലമെൻറ്റിനെ ഞാൻ ഈ സിനിമയിൽ ഉപയോഗിക്കുകയാണ്. അതിലൂടെ ഈ കുട്ടിക്കുണ്ടാകുന്ന വിഷൻസ് ഇൻ്റർജനറേഷണൽ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിൻ്റെ ഒരു ട്രോമയിൽ നിന്നുണ്ടാകുന്ന വിഷൻസ് ആണെന്നാണ് പറയാൻ ശ്രമിക്കുന്നത്. പക്ഷേ കമ്മ്യൂണിറ്റി വിശ്വസിക്കുന്നത് ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് ദ ആൻസെസ്റ്റർ താതഭൂതം. അപ്പോൾ നമ്മുടെ ഈ ഗ്രാൻഡ് ഫാദർ ഇവനെ ആവേശിച്ചിരിക്കുന്നു, അവൻ്റെ ഹീലിങ്ങിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവർ ബ്ലാക്ക് മജീഷ്യൻസ് കാണുന്നതും ഡോക്ടറെ കാണുന്നതും. പിന്നെ ദ കം ബാക്ക് ടു ദ റൂട്ട്സ് ഓഫ് ദ ദമാം. ആൻഡ് ദമാം ബിക്കെയിം അത് ഒരു സമയം ഈ ഡാൻസും മ്യൂസിക്കും ഡാൻസ് ഓഫ് സർവൈവൽ, ഡാൻസ് ഓഫ് ഹീലിംഗ്, ഡാൻസ് ഓഫ് ഇന്നർ എക്സ്പ്ലോറേഷൻ ആൻഡ് എവറിത്തിങ്. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി, അപ്പോൾ അവിടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും മുസ്ലിം കമ്മ്യൂണിറ്റിയും എല്ലാവരെയും കൂടെ യോജിപ്പിക്കുന്ന ഈ താളം, ഈ ബാലൻ ഫൈനലി അയാളുടെ ദമാവിൻ്റെ താളത്തിലേക്ക് എൻ്റെ വില്ലേജിനെ ആവാഹിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ആൻഡ് അങ്ങനൊരു ഇതിലേക്ക് കൊണ്ടുവരാൻ എനിക്കൊരു ഫിക്ഷൻ സിനിമയിലേ കഴിയുള്ളൂ. ഞാനൊരു ഡോക്യുമെൻ്ററി എടുത്താൽ ഇത് കഴിയില്ല. ഞാനിപ്പോൾ ഒരു 30 മണിക്കൂർ നീളമുള്ള ഡോക്യുമെൻ്ററി എടുത്താൽ ടോക്കിംഗ് ഹെഡായിരിക്കും. അല്ലെങ്കിൽ ആ തരത്തിൽ വിശദമായിട്ടൊരു ഡോക്യുമെൻ്ററി എടുക്കാനുള്ള വേറൊരു മോഡ് ഓഫ് ഫിലിം മേക്കിംഗ് വേണ്ടി വരും. സോ എൻ്റെ മോഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ ഡോക്യുമെൻ്ററി സിനിമ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതാണ് പവർഫുൾ എന്നെനിക്ക് തോന്നിയതുകൊണ്ടും കുറഞ്ഞ സമയത്തിനുള്ളിൽ പാക്റ്റായിട്ടുള്ള ഈ ഇമേജസിനെ പ്രസൻറ്റ് ചെയ്യാനും ഹിസ്റ്റോറിക്കൽ വിൻഡോസ് തുറക്കാനും കഴിയുന്നുണ്ട്. പിന്നെ ഈ ഇതിനകത്ത് ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞ ഇതിൻ്റെ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ഒരു കണ്ടംപററി ഇത് വെച്ച് പറയുകയാണെങ്കിൽ എന്താണ് ഈ സിനിമയുടെ ഒരു റോൾ എന്താണ്? അപ്പോൾ അതായത് ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ ഒരു സിനിമ നമ്മൾ നിർമ്മിക്കുന്നു, ഇതിന് വലിയ ഒരു ഗ്ലോബൽ പെർസ്പെക്റ്റീവ് തന്നെ വലിയൊരു സാധ്യതകളുള്ളൊരു ആശയവുമാണ്. എന്താണ് അതിനിപ്പോൾ നമ്മുടെ ഒരു കണ്ടംപററി ഇതിൽ പറയാനുള്ളത്? ഞങ്ങളുടെ ആഫ്രിക്കൻ ഡയസ്പോറ എന്ന് പറയുന്നത് വലിയ ഓർഗനൈസേഷനാണ്. പ്രത്യേകിച്ച് അത് ആഫ്രിക്കൻ ഡയസ്പോറ ഇൻ ഫ്രാൻസ്, ആഫ്രിക്കൻ ഡയസ്പോറ ഇൻ ഇംഗ്ലണ്ട്, അമേരിക്ക ഹ്യൂജാണ്. അങ്ങനെ ബ്രസീൽ അങ്ങനെയൊക്കെ ഉണ്ട്. പോലും ആഫ്രിക്കൻ ഡയസ്പോറ ഇൻ ഇന്ത്യ ഈസ് അൺഎക്സ്പ്ലോർഡ്. പിന്നെ ട്രാൻസ് അറ്റ്ലാന്റിക് സ്ലേവ് ട്രേഡിനെ കുറിച്ച് പറയും. ഇപ്പോൾ ആദ്യം പറയും എൻഡേഞ്ചേർഡ് സർവൻസിനെ ഇവിടുത്തെ കൊണ്ടുപോയ കാര്യം പറയും. എന്നാൽ ഇന്ത്യയിലെ സ്ലേവറി, ഇന്ത്യൻ ഓഷ്യൻ സ്ലേവ് ട്രേഡിനെ കുറിച്ച് ആരും പറയാറില്ല, സംസാരിക്കാറില്ല. അപ്പോൾ ലെസ് ടോക്ക് അബൌട്ട് കാര്യം. ഈ ട്രാൻസ് അറ്റ്ലാന്റിക് സ്ലേവ് ട്രേഡിനേക്കാൾ പഴക്കമുള്ളതും എന്നാൽ വളരെ പ്രോമിനൻറ്റുമായ ഒരു ഹ്യൂജ് സ്ലേവ് ട്രേഡ് എന്ന സ്ഥലമാണ് ഇന്ത്യൻ ഓഷ്യൻ. അങ്ങോട്ടും ഇങ്ങോട്ടും, ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും, അതിനെ ഹൈലൈറ്റ് ചെയ്യുക. രണ്ടാമത്, ഇന്ത്യയിലെ വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ആയിരക്കണക്കിന് ചെറു റിവലറ്റുകൾ ഒഴുകി വരുന്ന ഒരു മഹാ റെയിൻബോ ആണ് ഇന്ത്യ. ഇന്ത്യയുടെ വൈവിധ്യപൂർവമായ ഭാഷ, സംസ്കാരം, അങ്ങനെ ഭാഷയുടെ വൈവിധ്യമുണ്ട്, സംസ്കാരത്തിൻ്റെ വൈവിധ്യമുണ്ട്, ദൈവങ്ങളുടെ വൈവിധ്യമുണ്ട്, പരസ്പരം ഡിലീറ്റ് ചെയ്യുന്ന സംസ്കാരങ്ങളൊക്കെ മേർജ് ചെയ്തെടുക്കുന്ന ഒരു 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 ഭയങ്കര റെയിൻബോ കോസ്മോസ് ആണ് ഇന്ത്യ. നമ്മൾ ആന്ത്രോപോളജി നോക്കുമ്പോൾ അത് അത്ഭുതമാണ്, വണ്ടറാണ്. പല സ്ഥലത്തും ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ പോലും ലാറ്റിൻ അമേരിക്ക കംപ്ലീറ്റ്ലി ജനോസൈഡ് ആക്ഷൻ, replaced by Christian right wing or left wing, the Christian dominant, they replace every god. Undergroundil അവരുടെ പേഗൻ ദൈവം എന്ന് പറഞ്ഞ കണക്ക് അവരിങ്ങനെ രഹസ്യമായി ആരാധിക്കുന്ന. ഇപ്പോൾ ഹെയ്റ്റിയിലെ ആഫ്രിക്കൻ ഡയസ്പോറ ആണ് ഏറ്റവും ആദ്യം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച രാജ്യം. 1870 തൗസൻഡ്സിൻ്റെ നേതൃത്വത്തിലുള്ള ഫ്രഞ്ചുകാരെ തോൽപ്പിച്ച് ഒരു രാജ്യം സ്വതന്ത്രമാവുകയാണ്. വെള്ളക്കാരുടെ രാജ്യമായ അമേരിക്കയും ഫ്രാൻസും ഒക്കെ കൂടെ ചേർന്ന് അതിനെ ഞെരുക്കി കൊന്ന് ഇന്നിപ്പോൾ ഈ പരുത്തിലെത്തി. 1870 സ്വതന്ത്ര രാഷ്ട്രമായ രാജ്യമാണ്. അവിടെ അവരുടെ ഏൻഷ്യൻ കൾച്ചറും അവരുടെ ഈ ഡയസ്പോറിക് കളക്റ്റീവ് ഇമാജിനേഷൻ്റെ എല്ലാ എലമെൻസും വരുന്ന ഒരു റിലീജിയനാണ് ഊഡുവിനെ ബ്ലാക്ക് മാജിക്കായിട്ട് ലോകങ്ങാട് അവർ രഹസ്യമായിട്ടാണ് വർഷിപ്പ് ചെയ്യുന്നത്. അവർ കന്യാസ്ത്രീ മാതാവിനെ വർഷിപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലൊരു ഊഡു ഡയറ്റ് ഉണ്ടാവും അടിയിൽ. അതൊരു സബാൾട്ടൻ സാധനമാണ്. അപ്പം ഇതൊക്കെ ഇങ്ങനെ എല്ലാ സമൂഹങ്ങളും ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഇവിടെ ഇന്ത്യ വേറെ തരത്തിൽ
നമ്മളെ എത്രയൊക്കെ നെഗറ്റീവ് നമ്മുടെ രാജ്യത്തെക്കുറിച്ച് പറഞ്ഞാലും പുറത്ത് നിന്നിട്ട് ഇന്ത്യയിലേക്ക് നോക്കുമ്പോൾ ഭയങ്കരമായിട്ടൊരു ഡൈവേഴ്സിറ്റിയുടെ ഉത്സവമുണ്ട് ഇവിടെ. പ്ലൂറൽ എന്ന് പറയുന്ന അതിൻ്റെ ഏറ്റവും അക്ഷരാർത്ഥത്തിൽ മൾട്ടി കൾച്ചറലിസം എന്നൊക്കെ വെസ്റ്റേണേഴ്സ് പറയുന്ന ടേമിന് ബിയോണ്ടാണിത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇതിന് ലെവൽ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുക, അത് ഭീകരമാണ്. പക്ഷേ അങ്ങനെ നോക്കുമ്പോൾ അവിടെ ലെസ് ടോക്ക് അബൌട്ട് ലെസ് അടയാളപ്പെടുത്തപ്പെട്ട, ഞാൻ ആ സമൂഹത്തിൽ പോയി താമസിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് എൻ്റെ ബന്ധുക്കളാണ്. ഇപ്പോൾ എൻ്റെ ഫാമിലി മെമ്പേഴ്സ്, എൻ്റെ വീട്ടിലുള്ള ആളുകളായിട്ട് സംസാരിക്കുന്നത് സന്തോഷ് സിദ്ധിയും ലോറൻസ് സിദ്ധിയും അനുസൂയ സിദ്ധിയൊക്കെയാണ്. ഞാൻ ഫാമിലി മെമ്പർ പോലെ. ഇപ്പം ഈ ഗ്രൂപ്പായിട്ടുള്ള ആളുകളെ ഇവരെ ഇപ്പം ഈ ഇന്ത്യയുടെ ഈ വലിയ നറേറ്റീവിലേക്ക് കണക്ട് ചെയ്യുക, റീകണക്ട് ചെയ്യുക, അതാണ് ഈ സിനിമയുടെ ലക്ഷ്യം. അതൊന്ന്. അതിൻ്റെ ഒരു വിശാലമായ പൊളിറ്റിക്കൽ ലക്ഷ്യം, അവരുടെ ഒരു എക്സിസ്റ്റൻസ് ഈ കൾച്ചറൽ സ്പേസിൽ അടയാളപ്പെടുത്തുക, ഡിക്ലെയർ ചെയ്യുക. അതിനു വേണ്ടിയിട്ട് അവരെന്നെ സഹായിക്കുകയും അവരുടെ എൻ്റെ സിദ്ധി സുഹൃത്തുക്കളായ ആളുകൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചല്ല, അവർ ആ ശ്രമത്തിൻ്റെ ഫലമാണ്. അത് ഒന്ന്. രണ്ടാമത്, ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ, ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ, ഒരു കുട്ടിയുടെ ഇന്നസെൻസിലൂടെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ അറ്റ് ദ സെയിം ടൈം കൾച്ചറൽ എത്നിക് ആയിട്ടുള്ള ഈ ഇൻ്റർട്വൈൻഡ് ആയിട്ടൊരു കഥ പറയുക, അതൊരു ഫിലിം മേക്കർ എന്നുള്ള എൻ്റെ ചലഞ്ചാണ്. അപ്പോൾ എൻ്റെ മറ്റേ ഫിലിമുകളെല്ലാം ഇവിടെ നിരോധിക്കപ്പെടുകയും CBFC ഇതങ്ങനെ ഒരു പ്രശ്നവുമില്ല. ദിസ് കൈൻഡ് ഓഫ് ഐ ആം പുഷിങ് മൈ സെൽഫ് ആസ് എൻ ആർട്ടിസ്റ്റ് ടു മൈ എക്സ്ട്രീം വിത്ത് മൈ മീനിയൽ ബഡ്ജറ്റ്. അപ്പോൾ അതിൽ നിന്ന് ആ ചെറിയ ഷൂ സ്ട്രിങ് ഒന്നും പറയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ബഡ്ജറ്റിൽ നിന്നിട്ട് ഇത് പറയാൻ ശ്രമിക്കുന്ന ആസ് ആൻ ആർട്ടിസ്റ്റ് എന്തായാലും നിങ്ങൾ അതിൽ സംതൃപ്തനാണ്? അതെ, ഓഫ് കോഴ്സ് ഐ എം വെരി ഹാപ്പി വിത്ത് ദാറ്റ്. ഈ ഫിലിം വളരെ ബുദ്ധിമുട്ടിയെങ്കിലും ഐ എം വെരി ഹാപ്പി വിത്ത് ദാറ്റ്. ആൻഡ് ഇത് കണ്ട ഗോവയിൽ ഈ എൻ്റെ സിദ്ധി സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാർ, ഇതിനോടൊപ്പം വർക്ക് ചെയ്ത ആൾക്കാർ, അവർ ആദ്യമായിട്ട് സിനിമ കാണുന്നത്. ദേ ആർ ഓൾസോ വെരി ഹാപ്പി ആൻഡ് വെരി ടാലൻറ്റഡ് പീപ്പിൾ. അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അവർ കളക്റ്റീവായിട്ട് അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്പേസാക്കി ഈ സിനിമയെ മാറ്റാൻ കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമുണ്ട്. അതിനോട് ആക്ച്വലി ഇത് അവരുടെ ഒരു വിജയമാണ്.